ഇന്ന് നമ്മൾ FB ആണ് ചെയ്യാൻ പോകുന്നത്. FB ഫേസ്ബുക്കിൻ്റെ പേജാണ് ചെയ്യാൻ പോകുന്നത്. നമ്മൾ ഇന്നലെ പറഞ്ഞു ഇതുവരെ HTML CSS ഇങ്ങനെ ചെയ്ത് നോക്കിയിട്ടുള്ളൂ. ഈ പറഞ്ഞ കളറും ഇതൊക്കെ വെച്ചിട്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്നുള്ളൊരു സംശയങ്ങൾക്ക് ഉണ്ടാവും. എനിക്കുണ്ട്. നമുക്കൊന്ന് നോക്കാം FB ചെയ്യാൻ പറ്റുമോ ഇല്ല എന്നുള്ളത്. സോന് പറയുന്നത് പറ്റും എന്നൊക്കെയാണ് പറയുന്നത്. സോന് വേറെ എന്തൊക്കെയാണ് അതിൻ്റെ ഉള്ളിൽ ട്രിക്കുകൾ ഇറക്കാൻ പോകുന്നുണ്ട്. ആ ട്രിക്കുകൾ എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. അല്ലേ പരാജയപ്പെടുമെന്ന് എനിക്കറിയില്ല. അപ്പോൾ നമ്മൾ പറഞ്ഞെന്താണെന്ന് വെച്ചാൽ FB പേജ് തുടങ്ങിക്കോളൂ. ഒരു പുതിയൊരു പ്രൊജക്റ്റ് ക്രിയേറ്റ് ചെയ്യണം, ഒരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്യണം. അതിനുള്ളിൽ ഒരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്യുക. അതിൽ ചെയ്താൽ നല്ല ഒരു സംശയം വരുത്തണ്ട. FB പുതിയൊരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്തു. അതിനുള്ളിലാണ് ഇനി നമ്മൾ ചെയ്യാൻ പോണത്. ഫസ്റ്റ് ഇൻഡെക്സ് ഡോട്ടോ ഒരു സാധാരണ ഒരു ഡിഫോൾട്ടായിട്ട് HTML ഫയലിൽ നമ്മൾ സെർവറിലൊക്കെ ഹോസ്റ്റ് ചെയ്യുമ്പോഴൊക്കെ സാധാരണ യൂസ് ചെയ്യുന്നത് HTML ഫയലിൻ്റെ പേര് ഇൻഡെക്സ് എന്നുള്ള ഫയലാണ് ഇടാറ്. index.html ആണ്. അപ്പോൾ നിങ്ങൾ സൈറ്റ് ഹോസ്റ്റ് ചെയ്യുന്നിടത്തൊക്കെ നിങ്ങൾ എല്ലാ ഫയലും കൂടി ഹോസ്റ്റ് ചെയ്യുന്നെങ്കിൽ എന്താണെന്ന് അറിയില്ലല്ലോ. പോട്ടെ, സൈറ്റ് ലൈവിൽ വരുമ്പോൾ മറ്റുള്ളവർ കാണാൻ വേണ്ടിയിട്ട് ഇടുന്ന സമയത്ത് നമ്മൾ index.html എന്ന പേര് ഡിഫോൾട്ടായിട്ട് കൊടുക്കുക. അതുകൊണ്ട് ഞാൻ ചുമ്മാ index.html എന്ന് പറഞ്ഞത്. നമുക്ക് നോക്കാം. അതിന് പ്രത്യേകിച്ച് പേരിന് വലിയ പ്രത്യേകത ഒന്നും ഇല്ല കേട്ടോ. അത് അവിടെ കോൺഫിഗർ ചെയ്യുന്നതാണ് സെർവറിൽ, അതിൻ്റെ പേരിലാണ്. അത് പ്രത്യേകം എന്താ വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ ഒരു പ്രൊജക്റ്റ് ജസ്റ്റ് നമ്മൾ റൺ ചെയ്യുകയാണെങ്കിൽ അപ്പോൾ ഈ ഒരു പേജ് നമ്മൾ മെൻഷൻ ചെയ്തിട്ടില്ലെങ്കിൽ ഫസ്റ്റ് പേജ് വരുന്നത് index.html ആയിരിക്കും. അതാണ് അത് സെർവറിൽ കോൺഫിഗർ ചെയ്യണമെന്ന്. അത് ഏത് പേരും ഇടാം. സെർവർ കോൺഫിഗർ ചെയ്യണമല്ലോ. ഇപ്പോൾ Nginx നമ്മൾ കോൺഫിഗർ ചെയ്യുമ്പോൾ പേര് നമ്മൾ കോൺഫിഗർ ചെയ്യണം അവിടെ. അതിൻ്റെ പേരിലാണ് വരുന്നത്. ഒരു ഡെവലപ്പ് എക്സ്പേർട്ടിനോടാണ് സംസാരിക്കണത്. ശോകം. അയ്യോ പോട്ടെ, നമുക്ക് ഫസ്റ്റ് CSS ഫയൽ ലിങ്ക് ചെയ്ത് കൊടുക്കാം. നല്ല നടുവേന. നടുവേന വരും. ഫുൾ ടൈം ഇതിനുള്ളിൽ ഇരിക്കുകയാണ്. കുറച്ച് ദിവസമായി തുടങ്ങിയിട്ട്. നിങ്ങൾക്കത് കണ്ടിരുന്നാൽ മതി. മനുഷ്യൻ്റെ വിഷമം നമുക്ക് മനസ്സിലാവുള്ളൂ. അപ്പം നമുക്ക് ഫസ്റ്റ് FB പേജ് എങ്ങനെയാണെന്ന് നോക്കാം. അതാണ് ആദ്യം വേണ്ടത്. FB.com നമ്മൾ നോക്കി കഴിഞ്ഞാൽ ഈ പേജാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഈ പേജാണ് ഫേസ്ബുക്കിൻ്റെ ഈ പേജ് മൊത്തം മുകളിലുള്ള ടോപ്പ് ബാറിൽ ലോഗിൻ ഡീറ്റെയിൽസും താഴെ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാനുള്ള ഓപ്ഷനും ലെഫ്റ്റിലൊരു നെറ്റ്വർക്കിങ്ങിനെ കണക്ട് ചെയ്തിരിക്കുന്ന പേജും നമ്മൾ ഇൻ്റർനെറ്റ് പറഞ്ഞ പോലെ ആ പേജും കാര്യങ്ങളൊക്കെ ഉണ്ട്. താഴെ അങ്ങനെയുള്ള ഓപ്ഷൻ. താഴെ ഒരു ഫൂട്ടറും ഇല്ലേ? കുറച്ച് താഴോട്ട് സ്ക്രോൾ ചെയ്ത ഒരു ഫോട്ടർ ഭാഗമുണ്ട്. ഇത്രയും ഭാഗം നമുക്ക് എന്ത് ചെയ്യാം, എത്രയും പെട്ടെന്ന് വേഗം ചെയ്ത് നോക്കാം. ഈ ലേഔട്ട് ഇടാൻ നിങ്ങളെ കൊണ്ട് പറ്റും ഇല്ലേ? ഈ ലേഔട്ട് ഇടാൻ നിങ്ങൾക്ക് ഓൾറെഡി അറിയാം. ഡിബ് വെച്ചിട്ട് പെട്ടെന്ന് ആ ഡിബും കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റ് ചെയ്യും. ഫസ്റ്റ് നോക്കുക, നമുക്ക് ഫസ്റ്റ് ഒരു ഹെഡർ ഉണ്ട്, പിന്നെ ഒരു ബോഡി ഉണ്ട്, അതിന് താഴെ ഫൂട്ടറും ഉണ്ട്. ഫസ്റ്റ് നമുക്ക് ഹെഡർ സെറ്റ് ചെയ്ത് നോക്കാം. ഈ ലോഗോയും ഈ ലോഗിന്റെ ഫോം ഒക്കെ വെച്ചിട്ട് ഹെഡർ സെറ്റ് ചെയ്യാം. ഓക്കെ, ഹെഡർ ഫസ്റ്റ് നമ്മൾ സെറ്റ് ചെയ്യാം. നമ്മൾ റൂട്ട് ലെഫ്റ്റ് ടോപ്പിൽ നിന്നാണ് നമ്മൾ തുടങ്ങേണ്ടത്. എപ്പോഴും ആ ഒരു രീതിയിൽ ഇങ്ങനെ തുടങ്ങിയിട്ട് വരിക, ബാക്കി സെറ്റ് ചെയ്യുക, ഓരോന്ന് അങ്ങനെ സെറ്റ് ചെയ്ത് പോവുക ചെയ്യാം. നമ്മൾ കറക്റ്റ് നമ്മളൊരു റൂട്ട് ഡിബ് കൊടുത്തിട്ടു, കണ്ടെയ്നർ ക്ലാസ് കൊടുത്തിട്ടുണ്ട്. ഇനി ഫസ്റ്റ് നമ്മൾ ഹെഡർ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു റൂട്ട് ഒരു ഡിബ് കൊടുക്കണം എന്നുള്ളത്. ഹെഡർ എന്നുള്ള ഒരു ഡിവ് കൊടുത്തു. ഇനി അതിൻ്റെ ഈ ഒരു ബാക്ക്ഗ്രൗണ്ട് കളർ അപ്പം വേണം നമുക്കൊരു കളർ പിക്കർ എടുത്തിട്ട് ഈ മാച്ച് ആയുള്ള ഒരു കളർ സെറ്റ് ചെയ്യാം. അപ്പോൾ ഓൾറെഡി ഇപ്പോൾ നമുക്ക് ഈ ഫേസ്ബുക്ക് ഏത് കളറാണ് യൂസ് ചെയ്തതെന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അത് കളറാണ്, ബാക്ക്ഗ്രൗണ്ട് കളറല്ല. ബാക്ക്ഗ്രൗണ്ടും ഉണ്ടോ അവിടെ? അല്ലല്ലേ, ഒരുപാട് എലമെന്റ്സ് യൂസ് ചെയ്തിട്ടുണ്ട്. അതാണ് ഡിബ് മോളിലേക്ക് പോയി നോക്കല്ലേ. അതൊന്നും നമ്മളിപ്പോൾ ബോധർ ചെയ്യണ്ട. നമ്മൾ ജസ്റ്റ് സിമ്പിളായിട്ട് നമുക്കൊരു സ്ട്രക്ചർ ഉണ്ടാക്കി എടുത്താൽ മതി. അപ്പോൾ ഇവിടെ അതാ ഈ ബാക്ക്ഗ്രൗണ്ട് കളർ. അതായത് ആ ഡിബിൽ കിട്ടുമ്പോൾ ആ നിർത്ത് കാണിച്ചെടുത്ത് നമ്മൾ ഇപ്പോൾ വന്നത് താഴത്തെ ഡിബിലായിരുന്നു. അതിന് മുകളിലോട്ട് ഇങ്ങനെ ഡിബ് സെലക്ട് ചെയ്ത് പോയപ്പോഴാണ് നമ്മൾ എക്സാക്റ്റ് സാധനത്തിലോട്ട് എത്തിയത്. അവിടെയാണ് കളർ മെൻഷൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അത് പോയിട്ട് ആ കളർ നമുക്ക് എന്ത് ചെയ്യാം, അവിടെ നിന്ന് കോപ്പി ചെയ്യാം. ആ കളറ് നമുക്ക് യൂസ് ചെയ്യാം. അപ്പോൾ കറക്റ്റ് ഫേസ്ബുക്കിൻ്റെ പേജ് ആവും. വിടുത്ത് ഹൈറ്റും സെറ്റ് ചെയ്യാം. വിടുത്ത് 100%.
ഇതാണ് ഫുൾ വേണമല്ലോ നമുക്ക്. ഹൈറ്റ് ഏകദേശം നമുക്കൊരു ഒരു 200 150 200 കൊടുത്ത് നോക്കാം. റൺ ചെയ്തിട്ടില്ലല്ലോ അത്. സ്റ്റാർട്ട് ചെയ്യാം, ലൈവ് സെർവർ വെച്ച് സ്റ്റാർട്ട് ചെയ്യാം. വന്നിട്ടുണ്ട്. ടോപ്പ് ബാർ വന്നേ, കുറച്ചുകൂടി ഹൈറ്റ് കുറയ്ക്കാം, നമുക്കൊരു 100 ആക്കാം. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ബോഡിക്ക് ആ ഒരു മാർജിൻ വന്നത് കണ്ടോ? അത് ഒഴിവാക്കാം നമുക്ക്. ബോഡിയുടെ അത് ഫിക്സ് ചെയ്യാം. മാർജിൻ ലെഫ്റ്റ് ഒക്കെ വെക്കണമെന്ന് വെച്ചാൽ മാർജിൻ ആകുമ്പോൾ ഫുള്ളാണ്. മാർജിൻ ലെഫ്റ്റ് എന്ന് പറയുമ്പോൾ എന്താണ്, അതിന് എത്ര വെച്ചിട്ടുള്ള ആ രീതിയിലാണ്. അത് കൂടുതലാണ്. അപ്പോൾ ജസ്റ്റ് നമുക്കൊന്ന് ഇവിടെ തന്നെ ഒന്ന് മാറ്റി നോക്കാം. ഇൻസ്പെക്ട് എലമെൻറ്റ് കൊടുത്തിട്ട് നമുക്കിവിടെ ഹൈറ്റ് എന്ത് ചെയ്യാം, നമുക്ക് കുറച്ച് അവിടെ തന്നെ കുറച്ച് നോക്കാം. ആരോ മാർക്ക് വെച്ചിട്ട് കീബോർഡിലല്ലേ അപ്പ് ആൻഡ് ഡൗൺ ആരോ മാർക്ക് വെച്ചിട്ടാണ് ഈ കുറയ്ക്കണത്. ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ ജസ്റ്റ് ഇങ്ങനെ കമ്പയർ ചെയ്ത് നോക്കാം ഫേസ്ബുക്കിൽ എങ്ങനെയാണ്. കുറച്ചുകൂടി കുറയ്ക്കും. ഞാൻ പറഞ്ഞോടത്ത് എത്തും അവസാനം. അതെയോ? 100. നീ ഫേസ്ബുക്കിൻ്റെ നോക്കിയാ കുറച്ചുകൂടി കുറയ്ക്കാം. ഒരു 90 ആക്കിക്കോ. ഓക്കെ, ആ മതി. കുറച്ചുകൂടി കുറയ്ക്കാം. ഓക്കെ, സെറ്റ്. സെയിം FB. നമുക്കിവിടെ ഹൈറ്റ് ആയ സുക്കർബർഗിനെ പോലും തോൽപ്പിക്കണം FB. ഇനി അതവിടുന്ന് കോപ്പി ചെയ്യാൻ മറക്കരുത് കേട്ടോ. നിങ്ങൾ ബ്രൗസറിൽ പോയി ചെയ്ത് നോക്കും, എന്നിട്ട് ഓക്കെ ശരിയാണ്, നേരെ പോരരുത്, അവിടുന്ന് കോപ്പി ചെയ്യണം. നെക്സ്റ്റ് നമുക്ക് ഈ ഒരു ഹെഡറിൽ തന്നെ 2 സെക്ഷനായിട്ട് നമുക്ക് തിരിക്കാൻ പറ്റും. ഇപ്പോൾ ഒന്ന് ഈ ലോഗോയ്ക്ക് വേണ്ടി ഒരു സെക്ഷൻ, പിന്നെ ഈ ലോഗിന് വേണ്ടി വേറെ സെക്ഷൻ. ഓക്കെ ഓക്കെ ഓക്കെ, മനസ്സിലായില്ലേ? ആ മുകളിലെ ഹെഡറിൽ ഫേസ്ബുക്കിൻ്റെ ലോഗോ ഉണ്ട്, ആ ലോഗിൻ്റെ കണ്ടൻറ്റും ഉണ്ട്. അത് രണ്ടും നമ്മൾ 2 ഡിവായിട്ട് സെപ്പറേറ്റ് ചെയ്യാം. ഓരോരോ ബ്ലോക്കുകളായിട്ട് ഇങ്ങനെ സെപ്പറേറ്റ് ചെയ്ത് കൊണ്ടുവരാം. അത് നിങ്ങളെ ആ ഒരു കാണുമ്പോഴുള്ള ലോജിക്കായിട്ട്, അല്ലെങ്കിൽ നിങ്ങൾ പേപ്പർ പുതിയ ഡിസൈനൊക്കെ ഉണ്ടാക്കുന്ന ആൾക്കാർ വരച്ചാണ് ആദ്യം പേപ്പറിൽ വരച്ച് പ്ലാൻ ഉണ്ടാക്കും. എനിക്ക് ഇവിടെ എൻ്റെ പ്രൊഫൈൽ പിക്ചർ വേണം, ഇപ്പം എനിക്ക് ഇവിടെ ഇന്നത് വേണം എന്ന് വരച്ചുണ്ടാക്കിയിട്ട് എന്നിട്ട് വരച്ച് കഴിഞ്ഞിട്ടാണ് ചെയ്യുക. നമുക്ക് പകുതി വെച്ചിട്ട് ഡിവൈഡ് ചെയ്യാം. ഇപ്പോൾ ലോഗോ ആൻഡ് ലോഗിൻ. അതെന്തിനാണ് നമ്മൾ യൂസ് ചെയ്യുന്നതെന്നുള്ള ആ എക്സാക്ട് പേരിനെ നമ്മൾ എന്ത് ചെയ്യുക, ആ ഡിസൈൻ കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് ആക്സസിബിൾ നോക്കാൻ പറ്റും പിന്നെയൊക്കെ, അല്ലെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാവും. 2നും എടുത്ത് 50 വെച്ചിട്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ 2 ഹാഫ് ആയി മാറി. ഓക്കെ, ഹാഫ് മാറി. അതിന് കളർ കൊടുത്താൽ മനസ്സിലാവാത്ത. ഓക്കെ, ഇനി അതിൻ്റെ ഉള്ളിൽ നമുക്ക് എന്ത് ചെയ്യാം, ഉള്ളിൽ നമുക്ക് ആ ഒരു ലോഗോ കൊടുക്കാം. ലോഗോ ഇമേജ് ആണോ അതോ ടെക്സ്റ്റ് ആണോ? ഇപ്പോൾ FB യൂസ് ചെയ്തിരിക്കുന്നത് ചെക്ക് ചെയ്യാൻ പറ്റും. അതൊരു അവർ ഒരുപാട് എലമെന്റ്സ് യൂസ് ചെയ്യുന്നത് ടെക്സ്റ്റ് ആണ്. ടെക്സ്റ്റ് സ്റ്റൈൽ ചെയ്തെടുത്തതാണ്. ഡിസൈൻ ചെയ്തെടുത്താണ്. നമുക്ക് നോക്കുകയാണെങ്കിൽ ഒരു എ ടാഗിൻ്റെ ഉള്ളിലാണ് ഇപ്പോൾ ഈ ഒരു ഫേസ്ബുക്കിൽ ലോഗോ വന്നിട്ടുള്ളത്. അപ്പോൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഉണ്ടല്ലേ വീണ്ടും ആ ഒരു ഹോം പേജിലേക്ക് തിരിച്ചു പോകുന്ന രീതി. അപ്പോൾ ഇവർ യൂസ് ചെയ്തിരിക്കുന്ന ഇപ്പോൾ അത് ക്ലിക്ക് ചെയ്താണ് ഫോൺ ഫാമിലി. താഴോട്ട് പോയാൽ ഇതിപ്പോൾ എടുത്തിരിക്കുന്ന നമ്മളിപ്പോൾ മാക്ക് ആയതുകൊണ്ട് അവർ OS ഡിറ്റക്ട് ചെയ്യും. OS ഡിറ്റക്ട് ചെയ്തിട്ടനുസരിച്ചുള്ള ടെക്സ്റ്റ് എടുക്കും. ഓ അത് ശരി. OSലുള്ള ഫോണ്ടുകളുണ്ട്, നിങ്ങളുടെ സിസ്റ്റത്തിൽ ഫോണ്ടുകൾ ഉണ്ടാവും. അപ്പോൾ അതിന് കുറേ ഫോണ്ടിൻ്റെ ടൈറ്റിൽസ് ആണിത്, പേരാണിത്. ജസ്റ്റ് നമുക്ക് ഒരു ലോഗോ ഇട്ട് നോക്കാം, എന്ത് വരുന്നു നോക്കാം. ഫേസ്ബുക്കിൽ നിന്ന് വെറുതെ ടെക്സ്റ്റ് ഇട്ട് നോക്കാം അല്ലേ. നമുക്കൊരു P ടാഗ് ഇട്ട് നോക്കാം. P ടാഗ് അല്ല A ടാഗ് തന്നെ ഇട്ട് കൊടുക്കാം. നമുക്ക് ലിങ്ക് ആയിട്ട് നമുക്ക് വിടാം. ലിങ്ക് ക്ലിക്ക് ചെയ്താൽ വരുന്ന രീതിയിൽ. അതെ, ആ പേജിക്ക് തന്നെ റീഡയറക്റ്റ് ചെയ്യാൻ. വന്നിട്ടുണ്ട്. വൈറ്റ് കളർ ആക്കിയോ? ഇനി നമുക്ക് ഇവിടെ വെച്ചിട്ട് തന്നെ സ്റ്റൈൽ മാറ്റി കൊടുക്കാം. ഓക്കെ ഓക്കെ ഓക്കെ. ഫസ്റ്റ് അതിൻ്റെ കളർ ചേഞ്ച് ചെയ്യണം.
ഫോൺ സൈസ് നമുക്കൊരു 20 കഴിഞ്ഞാൽ പോരാ. അപ്പോൾ അത് ഫേസ്ബുക്ക് എടുത്ത് നോക്കി കഴിഞ്ഞാൽ ഒന്നുകൂടെ ബോൾഡ് ആക്കണം അത്. വലിപ്പം കൂടാനുണ്ട്. ഇനി നമുക്കത് ബോൾഡ് ആക്കണം. ഈ ബോൾഡ് ആക്കാനുള്ള ആട്രിബ്യൂട്ടാണ് ഫോണ്ട് വെയിറ്റ്. ഫോണ്ട് ഐഫൺ വെയിറ്റ്. ഓക്കെ, അത് നമുക്ക് മെഷേഴ്സും യൂസ് ചെയ്യാം. ഇപ്പോൾ ജസ്റ്റ് ബോൾഡ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ബോൾഡേ വന്നിട്ടുണ്ട്. ഓക്കെ ഓക്കെ. ആ ഫോണ്ട് സ്റ്റൈല് മാറ്റുമ്പോൾ അതിൻ്റെ ലുക്ക് ഉണ്ട് മനസ്സിലാവുള്ളൂ വരുന്നുള്ളൂ. ഇനി ഇപ്പോൾ കണ്ടോ ഒരു അണ്ടർലൈൻ കണ്ടോ? അത് എ ടാഗിനുള്ളിൽ എന്ത് ടെക്സ്റ്റ് കൊടുത്താലും വരുന്ന ഒരു സ്റ്റൈലാണ് ഡിഫോൾട്ടായിട്ട് വരുന്നത്. അപ്പോൾ എ ടാഗിൽ എന്ത് ടെക്സ്റ്റ് കൊടുത്താലും ആ ഒരു അണ്ടർലൈൻ സ്റ്റൈൽ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ടെക്സ്റ്റ് ഡെക്കറേഷൻ എന്ന് പറഞ്ഞൊരു ആട്രിബ്യൂട്ട് ഉണ്ട്. അത് നൺ കൊടുത്തു കഴിഞ്ഞാൽ അത് പോകും. ഓക്കെ ഓക്കെ. അവിടെ ഒന്നുമില്ല. ബാക്ക്ഗ്രൗണ്ട് ഉണ്ട് അല്ലല്ലോ, അത് ഇവിടെ സെലക്ട് ചെയ്തോണ്ട് തോന്നുന്നു. ഓക്കെ ഓക്കെ. സെലക്ട് ആയതുകൊണ്ട് തോന്നുന്നതാണോ നോക്കട്ടെ. ആണോ ആണോ ആണോ. ഇവിടെ ഇവിടെ വേറെ എവിടെ സെലക്ട് ചെയ്ത് നോക്ക്, പ്രശ്നമില്ല. മാറിയല്ലോ? ഇല്ല, മാറിയിട്ടില്ല. ഒന്ന് ക്ലോസ് ചെയ്തിട്ട് റിഫ്രഷ് ചെയ്തു. സ്റ്റൈലും കോപ്പി ചെയ്യാം. ആ സ്റ്റൈൽ അവിടെ നിന്ന് കോപ്പി ചെയ്തു. മറ്റേ ലോഗിൻ്റെ സ്റ്റൈലിൽ അല്ല, ഫേസ്ബുക്കിന് പുതിയത് ഉണ്ടാക്കണ്ടേ? ജസ്റ്റ് ക്ലാസ് കൊടുക്കാം. ഓ, എ ടാഗിന് ക്ലാസ് കൊടുത്തിട്ട് അവിടെ സ്റ്റൈൽ കൊടുക്കണം. ഓക്കെ. ലോഗോ ടെക്സ്റ്റ് ഓക്കെ. അത് ഇത് ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ. ഓക്കെ, ഫേസ്ബുക്ക് വന്നിട്ടുണ്ട്, കുഴപ്പമൊന്നുമില്ല. ആ വിൻഡോ ഇവിടെ ഓപ്പൺ ചെയ്തിട്ട് ഇവിടെ തന്നെ ചെയ്ത് നോക്കി. ഈ വിൻഡോ ക്ലോസ് ചെയ്തിട്ട് എങ്ങനെ അപ്പോൾ നോക്കാൻ ബുദ്ധിമുട്ടാവും അല്ലേ? എലമെൻറ്റിന് കറക്റ്റായിട്ട് അല്ല. ആ വിൻഡോ ഇപ്പോൾ ടൈപ്പ് ചെയ്യുമ്പോൾ തന്നെ ഇവിടെ മാറുമല്ലോ. അത് നോക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. തിരിച്ച് ഇങ്ങോട്ട് എടുക്കാൻ ആ ഒരു വ്യത്യാസം മനസ്സിലായില്ല. ഫുൾ ലെങ്ത് കിട്ടില്ല നമുക്ക്. നമുക്ക് ഈ ഫോൺ ഫുൾ ലെങ്ത് കിട്ടാത്തതിൻ്റെ അല്ല, ഇവിടെ നിന്ന് എടുക്കുമ്പോൾ ഏതാണെന്നുള്ള മനസ്സിലാക്കാൻ അവിടെ കിട്ടൂല, നല്ല ബുദ്ധിമുട്ടല്ലേ ഉള്ളൂ. മറ്റേത് അങ്ങനെയല്ല. ഇപ്പോൾ റൈറ്റ് സൈഡിൽ ഇപ്പോൾ അത് ഈ സ്ക്രീൻ ചെറുതാണ് സമയത്ത് ഇത് റെസ്പോൺസീവ് അല്ലല്ലോ. ഇപ്പോൾ ഫുൾ ലെങ്ത്തുള്ള കണ്ടന്റ് ഇവിടെ കാണാൻ പറ്റില്ല. അതായത് ആ സ്ക്രീൻ വൈഡായിട്ട് ഇങ്ങനെ താഴെ വയ്ക്കാമല്ലോ നമുക്ക്. ഈ സ്ക്രീൻ മറ്റേ സ്ക്രീൻ വിഷ്വൽ സ്റ്റുഡിയോ കോഡ് താഴെ വെച്ചിട്ട് കോഡ് ചെയ്യാനോ? അപ്പോൾ അവിടെ തന്നെ ചെയ്യുമ്പോൾ തന്നെ ആവില്ലേ? അങ്ങനെ വേണമെങ്കിൽ ചെയ്യട്ടെ, ഏത് വേണമെങ്കിൽ ചെയ്തോളൂ, നിങ്ങൾക്ക് കംഫർട്ടായിട്ടുള്ള ചെയ്തോളൂ. പക്ഷെ ഇങ്ങനെ എടുക്കാൻ പറ്റില്ല. അതായത് ഇപ്പോൾ ഒരു കമ്പൗണ്ട് ക്ലിക്ക് ചെയ്തിട്ട് ഇൻസ്പെക്ട് എലമെൻറ്റ് എടുത്തിട്ട് ആ കോഡിലോട്ട് പോകാൻ ബുദ്ധിമുട്ടായിരിക്കും. അല്ലെങ്കിൽ ഓക്കെ ആണോ? ജസ്റ്റ് ക്രോമിൻ്റെ ഉള്ളിൽ ഈ FB പേജ് ഒന്ന് ഓപ്പൺ ആക്കുക. അവിടെ നമുക്ക് അവിടെ ആ ഒരു ഫോൺ ഫാമിലി കിട്ടുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യാം. ക്രോമിൽ ഓപ്പൺ ചെയ്ത് നോക്കാൻ. ഓക്കെ, ഇവിടെ ഫോൺ ഫാമിലി കാണിക്കുന്നില്ല. നമ്മളിപ്പോൾ സഫാരിയാണ് ബ്രൗസറായിട്ട് യൂസ് ചെയ്തത്. ഓക്കെ, അത് കാണിക്കുന്നില്ല. മാക്കിൻ്റെ ആ ഒരു രീതിയിലുള്ള ഫോൺ ഫാമിലി എടുത്തത്. ഓക്കെ ഓക്കെ. കണ്ടോ? ഇവിടെ വരുന്നുണ്ട് ഫുൾ സ്ക്രീൻ. അവിടെ വന്നിരുന്നല്ലോ അതേപോലെ വെട്ടിയിട്ട്. അവിടെ വന്നത് അവിടെ കണ്ടോ?
സിസ്റ്റം UI, ആപ്പിൾ സിസ്റ്റം. ഇത് ഈ ഒരു ഫോൺ ഫാമിലി നമ്മൾ യൂസ് ചെയ്യുകയാണെങ്കിൽ ഇപ്പോൾ വേറെ OSൽ ഈ ഒരു സെയിം പേജ് റൺ ചെയ്യുകയാണെങ്കിൽ അതൊരു കോൺഫ്ലിക്റ്റ് വരും. ഓക്കെ. അപ്പോൾ നമ്മൾ നോർമലായിട്ടുള്ള ക്രോം ബ്രൗസറിൽ വരുന്ന ഒരു ഫോൺ ഫാമിലി എടുത്തിട്ട് യൂസ് ചെയ്യുക. ഓക്കെ. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് സഫാരി എടുത്തു കഴിഞ്ഞാൽ മാറുമോ? മാറും. ഉറപ്പാണോ? ആ ഫോൺ ഫാമിലി നമ്മൾ അതുപോലെ എടുത്ത് കോപ്പി ചെയ്യാണ്. ബിക്കോസ് നമ്മളത് കോപ്പി ചെയ്ത് ചെയ്യുന്നതുകൊണ്ടാണ്. നിങ്ങൾ പുതിയൊരു ഡിസൈൻ ഉണ്ടാക്കുമ്പോൾ നിങ്ങളുടെ ഡിസൈനർ ഇപ്പോൾ ഫോട്ടോഷോപ്പിൽ ഡിസൈൻ ചെയ്യുന്ന ആളാണെന്നുണ്ടെങ്കിൽ അയാൾ ഇന്ന ഫോണ്ടാണ് അവിടെ യൂസ് ചെയ്യുന്നുള്ളത് പറഞ്ഞാൽ നല്ല ലോഗായിരിക്കും മിക്കവാറും ഇങ്ങനെയുള്ള കമ്പനീൻ്റെ പേരൊക്കെ. അപ്പോൾ ഒരു ഇമേജ് ആയിരിക്കും. ഇമേജ് ആണെങ്കിൽ എളുപ്പമാണ് നമുക്ക്. ഇമേജ് ഇത്രയൊന്നും പ്രശ്നങ്ങളില്ല, ഫോണ്ടൊന്നും നോക്കണ്ട, ആ ഇമേജ് അതേമാതിരി കൊണ്ടുവന്നിട്ടാൽ മതി നമുക്ക്. ഇത് IMG ഓർമ്മയില്ല, IMG ടാഗ് യൂസ് ചെയ്തിട്ട്. ഇത് ടെക്സ്റ്റ് ആയതുകൊണ്ട് ടെക്സ്റ്റ് എന്താണ് ഫോർമാറ്റ് നമ്മൾ നോക്കിയിട്ട് ഫോണ്ട് ഏതാണെന്ന് നോക്കിയിട്ട് എടുത്ത് കൊണ്ടുവരികയാണ്. കണ്ടോ ആ ഫോണ്ട് വന്നില്ലേ? ഇനി ഇതൊന്ന് അലൈൻ ചെയ്യാം. ഫോൺ ഫാമിലി അവിടെ ഇട്ടോ? ആഡ് ചെയ്തോ? ആഡ് ചെയ്തു. നമുക്ക് മാർജിൻ ലെഫ്റ്റും മാർജിൻ റൈറ്റും കൊടുത്തിട്ട് ഒരു മാർജിൻ ടോപ്പ്, ഫസ്റ്റ് മാർജിൻ ലെഫ്റ്റും കൊടുത്തോ? ഒരു 300. ഓക്കെ. ഏകദേശം നമ്മൾ അത്രയും വേണ്ട, 200 മതി. ഓക്കെ. ഇനി താഴോട്ട് മാർജിനോ? 200 കൂടുതലാണ്. ഒരു 100 മതി. അതെ, 170. ഇനി എന്ത് ചെയ്യുക? ടോപ്പ് മാർജിനും കൊടുക്കുക. കുറച്ച് താഴ്ത്തണം അതങ്ങോട്ട്. അപ്പോൾ ആ ടോപ്പ് മാർജിനും കൊടുക്കുക. ദിൽഷാദ് അതിൻ്റെ ക്യാമറയുടെ ബാക്കിൽ ഇരുന്നുകൊണ്ട് എന്തൊക്കെയോ കോപ്പറങ്ങൾ കാണിക്കുന്നുണ്ട്. അവിടെ ഞാൻ ചിരിക്കുന്ന കേട്ടോ. ഇപ്പോൾ നമുക്ക് മാർജിൻ ടോപ്പ് വർക്ക് ചെയ്യുന്നില്ല, അങ്ങനെ കേസ് വരികയാണെങ്കിൽ നമ്മൾ ഈ ഒരു ലോഗോയുടെ മാർജിൻ എന്ത് വർക്ക് ചെയ്യുന്നില്ല? മാർജിൻ ടോപ്പ് അങ്ങനെ കേസ് വരികയാണെങ്കിൽ നമ്മൾ ഈ പാരന്റ് ഡിവ് ഉണ്ടല്ലോ, അതായത് ലോഗോ എന്നുള്ള ആ ഒരു ഡിവ്, അത് നമ്മൾ പാഡിങ് കൊടുക്കുക. മനസ്സിലായോ? ഓ ഓ ഓക്കെ ഓക്കെ ഓക്കെ. ആ ഓക്കെ. പാഡിങ് കൊടുത്ത് അങ്ങോട്ട് എത്തിച്ചു. ഓക്കെ. നിങ്ങളുടെ ഫോൺ ഫാമിലി കൂട്ടാൻ സൈസ് കൂട്ടാനുണ്ടല്ലേ? സൈസ് കുഴപ്പമില്ല, അതാ തൽക്കാലം അവിടെ കിടക്കട്ടെ. വേറെ എന്തോ ഒരു കാര്യം ആഡ് ചെയ്യാൻ വന്നിട്ടുണ്ടല്ലോ. മാർജിൻ മാർജിൻ ലെഫ്റ്റ് 170. അത് അപ്പുറത്തെ ആഡ് ചെയ്തിട്ടുള്ളായിരുന്നു, അതുകൊണ്ടാണ് ഇപ്പുറത്തെ ആഡ് ചെയ്യണത്. മൊത്തം കൺഫ്യൂഷൻ ആവും ആദ്യമായിട്ട് കാണുന്നവർക്ക്. റീഫ്രഷ് ചെയ്യും. ഓക്കെ, കിടക്കുന്നുണ്ട്. നമ്മൾ ലോഗോ സെറ്റ് ചെയ്തു. ഇനി നമുക്ക് ആ ഒരു റൈറ്റ് സൈഡിലുള്ള ലോഗിൻ സെഷൻ സെറ്റ് ചെയ്യണം. ഓക്കെ. അപ്പോൾ രണ്ടാമത്തെ ഡിവിൽ നമ്മൾ എന്ത് ചെയ്യുക? വർക്ക് ചെയ്യാം. അപ്പോൾ ജസ്റ്റ് ഒന്ന് എടുത്ത് നോക്കിയാൽ നമുക്ക് ഈ ലോഗിൻ സെഷൻ ഇപ്പോൾ എങ്ങനെ അറേഞ്ച് ചെയ്യാന്ന് വെച്ച് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഇതൊരു ടാബിൾ സ്ട്രക്ചറായിട്ട് നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഫസ്റ്റ് റോയിൽ 2 എലമെന്റ്, ഈ ആ ഒരു 2 ലേബൽ, ഇമെയിലും പാസ്വേഡും. അതിന്റെ രണ്ടാമത്തെ റോയിൽ 2 ഇൻപുട്ട് ഫീൽഡും ഒരു ബട്ടണും. മൂന്നാമത്തെ റോയിൽ ഒരു ഫോർഗോട്ടൺ അക്കൗണ്ട്. ഓ, അങ്ങനെ ബോക്സ് ആയിട്ട് കാണാം. നമുക്കൊരു ടേബിൾ സ്ട്രക്ചർ ആയിട്ട് നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. ഇത് സിമ്പിൾ ആണ്. ഇപ്പോൾ ഡിവായിട്ട് സെറ്റ് ചെയ്യാം, പക്ഷെ നമുക്ക് കുറെ അലൈൻമെന്റും കുറെ വേറെ മാനുവലായിട്ട് സെറ്റ് ചെയ്യേണ്ടി വരും. ഏകദേശം അങ്ങനെയാണ്. ഇപ്പോൾ ഇമെയിലും അതിന്റെ താഴെ തന്നെയാണ് അതിന്റെ യൂസർ നെയിമിന്റെ സ്ഥലമുള്ളത്. പാസ്വേഡ് അതിന് താഴെ തന്നെയാണ് അതിനുള്ളത്. അതിന്റെ താഴെ ഫോർഗോട്ടൺ അക്കൗണ്ട് ഉണ്ട്. അതേ സ്പേസ് വിട്ടിട്ടാണ് ലോഗിൻ ബട്ടൺ. അപ്പോൾ ഒരു ടേബിൾ തന്നെ 3 സ്പേസ് ഉള്ള 3 കോളുള്ള 3 റോയുള്ള 3 റോയും 3 കോളുള്ള ടേബിൾ. ഇപ്പോൾ ഈ നമ്മൾ ആദ്യം പറഞ്ഞ പോലെ ആ ടേബിളിന് ഒരു ടീ ഹെഡ് ഉണ്ടായിരുന്നു, ടീ ബോർഡ് ഉണ്ടായിരുന്നു. അപ്പോൾ ഈ കേസിൽ ടീ ഹെഡ് നമുക്ക് യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല, ബോഡി മാത്രം മതി. ഹെഡിങ് ആയിട്ട് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ ബോഡി മാത്രം മതി. ആ ട്രിക്ക് മനസ്സിലായോ?
അങ്ങനെ ഓരോന്നും അറേഞ്ച് ചെയ്ത് കൊണ്ടുവരികയാണ് ചെയ്യുക. ജസ്റ്റ് ക്ലാസ് കൊടുക്കാം. ലോഗിൻ കൺട്രോൾസ്. അപ്പോൾ ആക്ച്വലി ഇതൊരു ഫോമാണ്. അപ്പോൾ നമുക്ക് ഫോം എന്നുള്ള രീതിയിൽ തന്നെ നമുക്കിത് ഡിഫൈൻ ചെയ്യാം. ഫോം എന്നുള്ള ശരിക്കും നമ്മളിവിടെ യൂസ് ചെയ്യുന്നില്ല, പക്ഷെ എന്നാലും ഫോം എന്ന ടാഗ് ഇവിടെ യൂസ് ചെയ്യാം. ഫോമാണല്ലോ അത് യൂസ് ചെയ്യുന്നത്. നമ്മൾ ലോഗിൻ ഇതൊക്കെ സബ്മിറ്റ് ചെയ്യുന്ന ഫോമാണല്ലോ യൂസ് ചെയ്യുക. അപ്പോൾ ഫോം തന്നെ യൂസ് ചെയ്യാം നമുക്ക്. അപ്പോൾ ഫസ്റ്റ് റോയിൽ വരുന്നത് ഈ ഇമെയിലോ പാസ്വേഡ് എന്നുള്ള ലാബിലും പാസ്വേഡ് എന്നുള്ള ലാബിലോ. അപ്പോൾ രണ്ട് കോളം മതി. അപ്പോൾ ഫസ്റ്റ് ഒരു TR സെറ്റ് ചെയ്യാം. അതിൻ്റെ ഉള്ളിൽ ഡാറ്റ കൊടുക്കുക. ഇമെയിൽ ഓർ മൊബൈൽ. നെക്സ്റ്റ് പാസ്വേഡ്. അത് മനസ്സിലായില്ലേ? ആ റോയിൽ തന്നെയാണ് ഇമെയിലും പാസ്വേഡും. ഇമെയിൽ ആൻഡ് എന്താ യൂസർ നെയിം എന്താണ്? ഇമെയിൽ ആൻഡ് മൊബൈൽ എന്നുള്ള ഫസ്റ്റത്ത്, അതിന് മുകളിൽ അപ്പുറത്ത് മൊബൈൽ, പിന്നെ അപ്പുറത്ത് റൈറ്റിൽ ഡാറ്റ ഒന്നും ഇല്ലാത്തതുകൊണ്ട് അതിൽ അവസാനിപ്പിച്ചു. നോക്കുവാണെങ്കിൽ ഇപ്പോൾ ഇവിടെ ആ ഡിബ് ലെഫ്റ്റ് ഇത് സംഭവം മാറ്റി കൊടുക്കണം. അലൈൻ ചെയ്യേണ്ടി വരും. ഒരു ഫ്ലോട്ട് കൊടുത്താൽ മതി. ഫ്ലോട്ട് ലെഫ്റ്റ് മാറ്റുക എന്ന് വെച്ചാൽ താഴെയാണ് വന്നിട്ടുള്ളത്. എന്തുകൊണ്ടാണ്? ഡിബ് ഓട്ടോമാറ്റിക്കായിട്ട് താഴെയാണ് വരിക എന്ന് പറഞ്ഞു. അപ്പോൾ എന്ത് ചെയ്യുക? ഫ്ലോട്ട് ലെഫ്റ്റ് കൊടുക്കുക. ഇതെങ്ങനെ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ മനസ്സിൽ വരുന്നത്? ഇതിങ്ങനെ ചെയ്യുമ്പോൾ ഒരു കുറേ സാമ്പിൾസ് ചെയ്യുമ്പോൾ കുറേ ഇഷ്യൂസ് വരുമ്പോൾ സെർച്ച് ചെയ്ത് കിട്ടിയിട്ട് മനസ്സിലോട്ട് പതിയുന്ന സംഭവങ്ങളാണ് ഇതൊക്കെ. അപ്പോൾ ഇതൊക്കെ സിമ്പിളാണ്, നിങ്ങൾക്ക് മനസ്സിലാവേണ്ട കാര്യങ്ങളുള്ളൂ. ഇതൊക്കെ ഇങ്ങനെ തന്നെ. അത് HTML ഒന്നും പ്രത്യേകിച്ച് പഠിക്കുക എന്നുള്ളതല്ല. ഇങ്ങനെ ചെയ്ത് ആവശ്യങ്ങൾ ചെയ്ത് നിറവേറ്റി വരുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഇങ്ങനെ ഓർമ്മ വരും. പിന്നെ അടുത്ത പ്രാവശ്യം ചെയ്യുമ്പോൾ നെക്സ്റ്റ് റോയിൽ നമുക്ക് എന്തൊക്കെ വേണം? 2 ഇൻപുട്ട് വേണം. ടൈപ്പ് ടെക്സ്റ്റ്. അതേപോലെ തന്നെ ടേബിൾ ഡാറ്റ TD ഇൻപുട്ട് ടെക്സ്റ്റ്. ഓക്കെ അല്ലേ? ഇപ്പോൾ തീരും ഫേസ്ബുക്ക്. അതിൻ്റെ കൂടെ തന്നെ ഇപ്പോൾ ഫേസ്ബുക്ക് നോക്കിക്കഴിഞ്ഞാൽ ലോഗിൻ ബട്ടനുണ്ട്. അവിടെ ഒരു ബട്ടനും കൂടെ ഉണ്ട്. ഇൻപുട്ട് ടൈപ്പ് സബ്മിറ്റ് ബട്ടനാണ്. ഓക്കെ. ആ ഫോം സബ്മിറ്റ് ചെയ്യണത് ആ ഭാഗത്താണ്. ഓക്കെ. അപ്പോൾ നമുക്ക് ആ ഒരു ബട്ടൺ ഒരു ടെക്സ്റ്റ് വാല്യൂ കൂടെ കൊടുക്കാം. എന്തായിരുന്നു? ലോഗിൻ. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇപ്പോൾ ഫസ്റ്റ് റോയിൽ 2 ഡാറ്റയിൽ കൊടുത്തുള്ളൂ, സെക്കൻഡ് റോയിൽ 3 ഡാറ്റ കൊടുത്തല്ലോ. അപ്പോൾ അത് പ്രശ്നമില്ല. നമുക്ക് ഓരോ റോയ്ക്കും എത്ര ഡാറ്റ വേണോ എത്ര കുഴപ്പമില്ല. ഇവിടെ ആ 3 താഴത്തോട് താഴത്തെ ആദ്യത്തെ കോളത്തിൽ ഡാറ്റ ഇല്ല. അപ്പം എന്ത് ചെയ്യും? അപ്പോൾ ആ ഒരു കേസിൽ ജസ്റ്റ് ആ ഒരു TD എന്നുള്ള ടാഗ് എഴുതി വെക്കുക. empty ആയിട്ട്. അങ്ങനെ വെച്ചാൽ മതി. ജസ്റ്റ് അവിടെ എഴുതി വെച്ചാൽ മതി. ആ സ്പേസ് അവിടെ ഓക്യുപൈ ചെയ്യും. ഓക്കെ. നെക്സ്റ്റ് TDയിൽ ഫോർഗോട്ടൺ അക്കൗണ്ട്. സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ട്. ഫോർഗോട്ടൺ പാസ്വേഡ് അല്ല, അക്കൗണ്ട്. ഓക്കെ. അക്കൗണ്ട് അല്ലേ? ഉണ്ടോ? വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് സ്റ്റൈൽ ചെയ്തെടുക്കാം. കളറൊന്ന് മാറ്റിയിട്ട് ബോർഡർ കൊടുത്തിട്ട് ആദ്യം ടെക്സ്റ്റിൻ്റെ കളർ മാറ്റി. അപ്പോൾ തന്നെ ഒരു വൃത്തി ഉണ്ടാവും കാണാൻ. ആ ബ്ലൂവിൽ ബ്ലാക്ക് വരുമ്പോഴാണ്. ഓക്കെ. വൈറ്റ് ടെക്സ്റ്റ് ഭയങ്കര യൂസ്ഫുൾ ആട്ടോ. നമ്മൾ ഡിസൈൻ ചെയ്യുമ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ട് പലയിടത്തും. നമ്മളിങ്ങനെ പറയുന്നത് സാധാരണ ആൾക്കാർ കളർ ചെയ്യുമ്പോൾ എന്താ യൂസ് ചെയ്യുക? ഒരു കളറിടും, ബ്ലാക്ക് ടെക്സ്റ്റ്. പക്ഷെ അതിന് പകരം കളറും വൈറ്റ് ടെക്സ്റ്റും വരുമ്പോണ്ടല്ലോ ഭയങ്കര രസമാണത് അല്ലേ ദിൽഷാദ്? ഡിസൈൻ ചെയ്യുമ്പോൾ സാധാരണ ചെയ്യുന്ന തുടക്കക്കാരെ ചിന്തിക്കൂല, പക്ഷെ വൈറ്റ് ടെക്സ്റ്റ് ഭയങ്കര രസമായിരിക്കും എപ്പോഴും. ഇതിപ്പോൾ നമ്മൾ കൊടുത്തിട്ടുള്ളത് ഇപ്പോൾ TDൻ്റെ ഉള്ളിൽ ജസ്റ്റ് ടെക്സ്റ്റ് ഡാറ്റ ആയിട്ട് കേട്ടോ. അപ്പോൾ ഒരു ജസ്റ്റ് സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്യാൻ നമുക്ക് ലേബൽ തന്നെ യൂസ് ചെയ്യാൻ പറ്റും. ഇത് ലേബൽ ലാബിൽ എന്തിനു യൂസ് ചെയ്യണേ? അവിടെ തന്നെ ചെയ്താൽ പോരെ?
അത് ഇത് ജസ്റ്റ് ഒരു ടെക്സ്റ്റ് മാത്രമാണ്. നമ്മളൊരു ഇൻപുട്ട് ഫീൽഡിന് ഒരു ലേബൽ കൊടുക്കുകയാണ്. അപ്പോൾ സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്യാൻ നമ്മൾ എപ്പോഴും ലേബൽ എന്നുള്ള ടാഗ് യൂസ് ചെയ്യും. ഓക്കെ ഓക്കെ. ആ ടി ഡിയിൽ തന്നെ സ്റ്റൈൽ കൊടുത്താലും വരില്ല എന്തായാലും ടെക്സ്റ്റ് വരും, കുഴപ്പമൊന്നുമില്ല. പുതിയൊരാൾ ഈ കോഡ് കണ്ട പേടിച്ചു പോകില്ല, എത്രയും കോഡ് ഇത് എവിടുന്ന വന്നതെന്നുള്ളത്. അല്ലാതെ നോക്കുമ്പോൾ ഇറങ്ങി നോക്കുമ്പോൾ നമ്മൾ പഠിച്ചത് വെച്ച് നോക്കുമ്പോൾ സിമ്പിൾ മാറ്ററാണ്. എല്ലാം അത്ര തന്നെ ഉള്ളൂ, കാണുമ്പോഴുള്ള പേടിയാണ്. ഓക്കെ, നമുക്ക് ഈ ലേബലിന് ക്ലാസ് കൊടുക്കാം. എന്തെങ്കിലും ലോഗിൻ ലേബൽ, ലോഗിൻ ടെക്സ്റ്റ്, ലോഗിൻ ലേബൽ അതന്നെ മറ്റൊടത്തും കൊടുത്താൽ പോരെ. ഇപ്പോൾ ക്ലാസ്സിൻ്റെ ഉപയോഗം മനസ്സിലായ ഇത്ര വെച്ചാൽ സെയിം സംഭവം. ഇപ്പോൾ ലോഗിൻ ലേബൽ തന്നെ അവിടെയും ഇവിടെയും കൊടുത്തത്. അപ്പം ഞാൻ ലോഗിൻ ലേബൽ ഒരു ഡിസൈൻ സെറ്റ് ചെയ്താൽ മതി. അപ്പോൾ എന്താ വൈറ്റ് കളർ ഒരു പ്രാവശ്യം സെറ്റ് ചെയ്താൽ ഇവിടെ രണ്ടിടത്തും വന്നോളൂ. ലോഗിൻ ലേബൽ ഡിഫൈൻ ചെയ്തിട്ടില്ല, അതാണ്. നമുക്കിത് സ്റ്റൈൽ കൊടുക്കാം. നമ്മളിപ്പോ ഈ ഒരു ഫോൺ ഫാമിലി ഇപ്പൊ ഈ ഫേസ്ബുക്കിന് മാത്രമേ യൂസ് ചെയ്തിട്ടുള്ളൂ. നമുക്കിത് ഈ ഒരു പേജിന് മൊത്തമായിട്ട് നമുക്കൊരു ആ ഒരു ഫോൺ ഫാമിലിനെ നമുക്ക് ഫോളോ ചെയ്യാം. അതിന് വേണ്ടിയിട്ട് ഇപ്പൊ ഈ നമ്മൾ ബോഡിക്ക് സ്റ്റൈൽ കൊടുത്തല്ലോ, ഇവിടെ ഫോൺ ഫാമിലി സെറ്റ് ചെയ്യാം. അവിടെ ഇത് സെറ്റ് ചെയ്യാം. അങ്ങനെയാണെങ്കിൽ ആ പേജിൽ എല്ലാ ടെക്സ്റ്റ് ഡാറ്റയ്ക്കും ഈ ഒരു ഫോൺ ഫാമിലി ആയിരിക്കും യൂസ് ചെയ്യാം. ഓക്കെ ഓക്കെ. ഓക്കെ ഓക്കെ, അവിടെ വന്നിട്ടുണ്ട്. കളർ മാറ്റി, കളർ മാറ്റണം, സൈസ് മാറ്റണം. കളർ സൈസ് പോയി മാറ്റാം. ഞാൻ എന്താണ് അതിൻ്റെ പേരെന്താ കൊടുത്തിരുന്നത്? ലേബലോ എന്താണ്? ലോഗിൻ ലേബൽ. സിമ്പിൾ മാറ്ററാണ്. ഫോൺ സൈസ് നമുക്ക് ജസ്റ്റ് ഇവിടെ നോക്കാം, എന്നാലും മാറ്റാം. അവിടെ തന്നെ കാണിക്കുന്നുണ്ട് 11 പിക്സലോ. ലെവൻ ആണ്. മതിയാവോ? ഓക്കെ, നമ്മളിപ്പോൾ ഈ ലോഗിൻ സെഷൻ നമുക്ക് ജസ്റ്റ് ഒന്ന് അലൈൻ ചെയ്യണം. ഒന്ന് റൈറ്റിലേക്ക് മൂവ് ചെയ്യണം, ഒന്ന് ടോപ്പിൽ നിന്ന് താഴോട്ടൊന്ന് മൂവ് ചെയ്യണം. ഒന്ന് മൂവ് ചെയ്യണം. ജസ്റ്റ് അതിൻ്റെ ഇൻസ്പെക്ട് എടുക്കുക. അപ്പോൾ ഈ ക്രോമിൽ ഇപ്പോൾ ഇൻസ്പെക്ട് എടുക്കുന്ന സമയത്ത് ഇപ്പോൾ റൈറ്റ് സൈഡിൽ വന്നിട്ടുള്ളത്. അപ്പോൾ ഈ അലൈൻമെൻറ്റ്സ് നമുക്ക് കറക്റ്റായിട്ട് കാണാൻ പറ്റില്ല. അതൊന്ന് താഴോട്ട് നമുക്കൊന്ന് സെറ്റ് ചെയ്യാം. ഈ ഒരു റൈറ്റിലൊരു കണ്ടോ ഈ 3 ഡോട്ടിലൊരു ഓപ്ഷൻ. ഓക്കെ, അതിൽ നമുക്കൊരു 4 ഓപ്ഷൻസ് ഉണ്ട്. അതിൽ ഇപ്പോൾ റൈറ്റ് സൈഡിലാണ് കിടക്കുന്നത്, ഡോക്ക് ടു റൈറ്റ്. അപ്പോൾ അതിൻ്റെ ഡോക്ക് ടു ബോട്ടം എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ അത് താഴോട്ട് വരും. ഓക്കെ ഓക്കെ, മനസ്സിലായി. ഇവിടെ നമുക്കിപ്പോൾ ഈ ലോഗിൻ സെക്ഷൻ ഫോം അല്ലേ മൊത്തം ലോഗിൻ എന്നൊരു ഡിവാണ്. അപ്പോൾ അതിന് നമുക്ക് ജസ്റ്റ് പാഡിങ് കൊടുത്തു നോക്കാം. പാഡിങ് ടോപ്പ് കൂടുതലാണ്, ഇതുപോലെ. നമുക്കൊന്ന് ലെഫ്റ്റിൽ പാഡിങ് ലെഫ്റ്റ്. ഓക്കെ, ചെറിയ പ്രോബ്ലം വന്നുണ്ട്. മാർജിനാണോ പാഡിംഗ് ആണോ കൊടുക്കേണ്ടത്? നമ്മൾ പാഡിംഗ് ആണ് കൊടുത്തത്. മാർജിൻ കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ആ ടാബിളിന് കൊടുക്കേണ്ടി വരും. ജസ്റ്റ് നമുക്ക് ടാബിളിന് മാർജിൻ കൊടുക്കാം. മാർജിൻ ഡിവിന് കൊടുക്കാണ്ടില്ല. ഏത് ഡിവി? കൊടുക്കുന്ന ഡിവിന് ഇപ്പോൾ ജസ്റ്റ് മാർജിൻ കൊടുക്കുകയാണെങ്കിൽ ആ ഡിവിൻ്റെ ഉള്ളിലാണല്ലോ അല്ലേ ഫോം. ആ ഫോമിനായിരിക്കുമല്ലോ മാർജിൻ കൊടുക്കണ്ടല്ലേ. ജസ്റ്റ് കൊടുത്ത് നോക്കാം, വരില്ല. അപ്പോൾ നമുക്ക് അതിൻ്റെ ഉള്ളിലുള്ള ആ ഒരു ടാബിളിന് കൊടുക്കാം. ശരിയല്ലേ? അത് മനസ്സിലായോ നിങ്ങൾക്ക് എന്താ പറഞ്ഞതെന്നുള്ളത്?
അതായത് ഡിവാണ് കിടക്കുന്നത്. അപ്പോൾ ഡിവിന് എന്ത് ചെയ്യാൻ പാടില്ല, മാർജിൻ കൊടുത്തിട്ട് കാര്യമില്ല. അതിന് പകരം എന്ത് ചെയ്യുക, അതിൻ്റെ ഉള്ളിലെ കമ്പോണൻറ്റിന് മാർജിൻ കൊടുക്കുക. അപ്പോൾ എന്ത് ചെയ്യും, അതിൽ ആ ഒരു ഡിവ് അവിടെ നിന്നിട്ട് കമ്പോണൻറ്റ് മാത്രം റൈറ്റിലോട്ട് മൂവ് ചെയ്യും. അത്ര വേണ്ടി വരുമോ? ഓക്കെ ആണ് ഏകദേശം. ഞാൻ ഫോർഗട്ടൺ അക്കൗണ്ടിൻ്റെ നമുക്ക് സ്റ്റൈലോട് കൊടുക്കണം. നമ്മൾ കൊടുത്തിരിക്കുന്ന ടേബിളിനാണ് മാർജിൻ കൊടുത്തിരിക്കുന്നത്. മാർജിൻ ലെഫ്റ്റ് 115. ഇതെന്താ ചെയ്യുന്നു? ആ സ്റ്റൈൽ ഇവിടെ ആ പേജിലേക്ക് പേസ്റ്റ് ചെയ്യാണ്. നമ്മൾ ബ്രൗസറിലാണല്ലോ ചെയ്തത്. ഫോമിനാ കൊടുത്തത് ലോഗിൻ കൺട്രോൾ എന്നുള്ളത്? അല്ല ടാബിളിനാണ് കൊടുത്തത്. ആ എടുത്ത കോഡ് എടുത്ത് എനിക്ക് പോലും മനസ്സിലായില്ലല്ലോ ഇവിടെ കൊടുത്തത്. കണ്ടോ, ടേബിൾ ക്ലാസ് ലോഗിൻ കൺട്രോൾ. നമ്മളിപ്പോൾ ഈ ടേബിൾ എന്നുള്ള ആ ഒരു എലമെന്റ് ക്ലിക്ക് ചെയ്തിട്ടാണ് അവിടെയാണ് സ്റ്റൈൽ കൊടുത്തത്. ഓക്കെ, അത് ഫോമിന് കൊടുക്കാൻ ഞാൻ ഫോമിന് കൊടുക്കാം. ഇപ്പോൾ ഫോമിന് ജസ്റ്റ് നമ്മൾ ക്ലാസ് ഡിഫൈൻ ചെയ്തിട്ടില്ല. അപ്പോൾ ഓക്കെ, ആ ലോഗിൻ കൺട്രോൾ എന്നുള്ള ക്ലാസ് അവിടെ ഡിഫൈൻ ചെയ്തല്ലേ? അതെ. ഒരു ലോഗിൻ എന്നുള്ള ആ ഒരു ഡിവിന് പാഡിങ് ടോപ്പ് നമ്മൾ സെറ്റ് ചെയ്തത് 10 px. ഓക്കെ, വന്നിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഫോർഗോട്ടൺ അക്കൗണ്ട് എന്നുള്ള ആ ഒരു ലിങ്ക് പക്ഷേ അതിന് കളറൊക്കെ ഒന്ന് മാറ്റി വൈറ്റ് ആക്കി ഫോണ്ട് ചെറുതാക്കണം അല്ലേ? ഫോണ്ട് സൈസ് നമുക്കൊരു 9 px. അതുപോലെ നമുക്ക് ആ ഒരു അണ്ടർലൈൻ നമുക്ക് വേണമെന്നില്ല. ഇപ്പോൾ ഫേസ്ബുക്ക് ചെക്ക് ചെയ്യുകയാണെങ്കിൽ അണ്ടർലൈൻ ഒന്നുമില്ല. അണ്ടർലൈൻ ഒഴിവാക്കാം. നേരത്തെ പറഞ്ഞ പോലെ ടെക്സ്റ്റ് ഡെക്കറേഷൻ. ഓക്കെ ഓക്കെ, വാല്യൂ നമുക്ക് ഇതിൻ്റെ കളർ വേണമെങ്കിൽ മാറ്റി നോക്കാം. ഇപ്പോൾ കണ്ടില്ല, ഒരു വേറെ കളറാണ്, വൈറ്റ് അല്ല ഇത് കളറ്. പക്ഷെ ഒന്ന് ക്ലിക്ക് ചെയ്ത് ചെക്ക് ചെയ്യാം നമുക്ക് ഇത് കളർ ഏതാണെന്ന്. കണ്ടോ, ഇവിടെ ഉണ്ട് കളർ ഏതാണെന്ന് ഫേസ്ബുക്ക് പേജിൽ. ഒന്ന് കോപ്പി ചെയ്ത് ഓക്കെ അല്ലേ? ഇതങ്ങോട്ട് കോപ്പി ചെയ്യണ്ടേ? ഇത് ഭയങ്കര ബുദ്ധിമുട്ടാണല്ലോ. ഇവിടെ ചെയ്ത് നോക്കുക, പിന്നെ അങ്ങോട്ട് കോപ്പി ചെയ്തിടുക. ജസ്റ്റ് കോപ്പി ചെയ്ത സൊല്യൂഷൻ വേണമല്ലോ. ജസ്റ്റ് കോപ്പി ചെയ്യാൻ എന്ത് ബുദ്ധിമുട്ടാണ്? ഓരോ പ്രാവശ്യം ചെയ്ത് പിന്നെ കോപ്പി ചെയ്യുക എന്നുള്ളത് ബുദ്ധിമുട്ടല്ലേ? അല്ലെങ്കിൽ നമുക്ക് ഇവിടെ തന്നെ ടൈപ്പ് ചെയ്യുകയാണെങ്കിൽ പലപ്പോഴും ചേഞ്ചസ് വരുത്തേണ്ടി വരും. ഇവിടെ നമുക്ക് ഈ വിൻഡോ അവിടെ താഴെ ഓപ്പൺ ചെയ്യാലോ. അങ്ങനെ ചെയ്യാം. അപ്പോൾ ഒരുമിച്ചാകുമ്പോൾ കൺഫ്യൂഷൻ വരുമോ? കൺഫ്യൂഷൻ കുറയും എന്നാണ് എനിക്ക് തോന്നുന്നത്. നിങ്ങൾക്ക് എന്തായാലും ആ രീതിയിലൊന്ന് ചെയ്ത് നോക്കാം കുറച്ച് നേരം. ഓക്കെ, ഈ ടാഗിന് ഒരു ക്ലാസ് കൊടുക്കാം. ഇതിപ്പോൾ ഏതിനാണ് ക്ലാസ് കൊടുക്കണേ? ഒരു ഫോർഗോട്ടൺ അക്കൗണ്ട് എന്നുള്ള ഒരു എലമെന്റ് ഇല്ലേ, ടാഗ്. ഇത് ആദ്യമായിട്ട് കണ്ടവർക്ക് മൊത്തം കൺഫ്യൂഷൻ ആവട്ടാ. ഓക്കെ, അപ്പം അത്രയായി. മാർജിൻ കൊടുത്ത് വന്നില്ലല്ലോ. മാർജിൻ വരാനുണ്ടോ? മാർജിൻ കൊടുത്തിട്ടില്ല. മാർജിൻ കൊടുത്തല്ലോ ലോഗിൻ കൺട്രോളിന്. ആ ലോഗിൻ കൺട്രോൾ എവിടെ കൊടുത്താ? പറഞ്ഞിട്ട് എന്താണ് ചെയ്യുന്നതെന്നുള്ളത് കണ്ടെത്തിയതാണ്. ഇപ്പോൾ ലോഗിൻ കൺട്രോൾസ് എന്നായിരുന്നു, ജസ്റ്റ് കൺട്രോൾ എന്ന് കൊടുത്തുള്ളൂ, സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ആയിരുന്നു. ഓക്കെ ഓക്കെ,
ഇപ്പോൾ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ലോഗ് എന്നുള്ള ഈ ബട്ടൺ, സബ്മിറ്റ് ബട്ടൺ, അതും കൂടെ ഒന്ന് സ്റ്റൈൽ ചെയ്യണം. കാണിച്ച് ഫേസ്ബുക്ക് കാണിച്ചിട്ട് പറയും. അതിൽ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് കളർ മാറ്റണം, ഫോണ്ട് വൈറ്റ് ആക്കണം. ഓക്കെ, ബാക്ക്ഗ്രൗണ്ട് കളർ ജസ്റ്റ് ചെക്ക് ചെയ്യാം ഏതാണെന്ന്. ചെറിയൊരു മാറ്റമേ ഉള്ളൂ ബാക്ക്ഗ്രൗണ്ട് കളർ. ഇപ്പോൾ ഇൻപുട്ട് എടുക്കുമ്പോൾ ബാക്ക്ഗ്രൗണ്ട് കാണുന്നില്ല. അപ്പോൾ ജസ്റ്റ് അതിൻ്റെ പാരൻറ്റ് എലമെൻ്റ് ആയ ലേബലും ചെക്ക് ചെയ്ത് നോക്കുക. അവരെ ലേബൽ എന്നുള്ള ആ ഒരു എലമെൻ്റ് ഉള്ളിലാണ് ഇൻപുട്ട് വെച്ചിട്ടുള്ളത്. എന്താ ഇതല്ല, ഇവിടെ ഉണ്ട് ബാക്ക്ഗ്രൗണ്ട് കളർ. എങ്ങനെ മനസ്സിലായി അതാണ് ബാക്ക്ഗ്രൗണ്ട് കളർ? എവിടെ ബാക്ക്ഗ്രൗണ്ട് കളർ? അവിടെ ബാക്ക്ഗ്രൗണ്ട് കളർ ഉണ്ട്. ഇതിൻ്റെ ഓക്കെ, അതിൻ്റെ ക്ലിക്ക് ചെയ്ത് ഇവിടെ UI ഓക്കെ ബട്ടൺ കൺഫേം എന്നുള്ളതുണ്ട്. ഓക്കെ, അത് പെട്ടെന്ന് അല്ല, നീ വ്യക്തമായിട്ട് പറയണം അവരോട്. ഓക്കെ, അല്ലെങ്കിൽ എന്താണ് ചിന്തിക്കുന്നതെന്ന് പറഞ്ഞാൽ മാത്രമേ മനസ്സിലാവുള്ളൂ കാര്യങ്ങൾ. അല്ലെങ്കിൽ ഇത് എവിടേക്കാണ് പോകുന്നത് എന്നുള്ളൊരു ഐഡിയ കിട്ടില്ല അവർക്ക്. അപ്പോൾ നമുക്കിതിന് ബാക്ക്ഗ്രൗണ്ട് കളർ സെറ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് ആ ഒരു ബട്ടൺ ക്ലാസ് കൊടുക്കണം. Alt Z കമാൻഡ് Z അടിക്കും. നമുക്കൊരു സബ്മിറ്റ് ബട്ടൺ, ബി കൂൾ. സബ്മിറ്റ് വീണ്ടും പേടികളൊക്കെ വരുന്നുണ്ട്. സമാധാനമായിട്ട് ചെയ്താൽ മതി. സബ്മിറ്റ് വെയിറ്റ് ചെയ്യാന്നുള്ളൊരു ക്ലാസ് കൊടുത്തിട്ടുണ്ട്. അപ്പം ഇനി അതിനൊരു സ്റ്റൈൽ കൊടുക്കാം. വളരെ സമാധാനമായിട്ട്. ഇത് സോനു ഈ വീഡിയോ കാണുമ്പോഴൊരു അവസ്ഥ നല്ല ചോദിക്കും നിങ്ങൾ. സബ്മിറ്റ് ബട്ടനൊക്കെ ബാക്ക്ഗ്രൗണ്ട് കളർ അവിടെ ഇട്ടു. ബട്ടൻ്റെ കളറ് ഓക്കെ, കളർ വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ അതിൻ്റെ ടെക്സ്റ്റ് കളറ് FF. നമുക്ക് ആ ഒരു ബോർഡർ കളർ കണ്ടില്ലേ, ഇപ്പോൾ വൈറ്റാണ് കിടക്കുന്നത്. ലോഗി ബട്ടൻ്റെ ബോർഡർ അത് ഒഴിവാക്കല്ലേ? അത് ഒഴിവാക്കണം. കുറച്ചുകൂടി ബട്ടൻ്റെ സൈസ് കൂട്ടണോ? ഓക്കെ, നമുക്ക് എത്ര വേണമെന്നുള്ള ഇവിടെ ചെക്ക് ചെയ്ത് നോക്കാം. നമ്മൾ കൊടുത്ത ഒരു സബ്മിറ്റ് ബട്ടൻ്റെ സ്റ്റൈൽ ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ അവിടെ തന്നെ ഹൈറ്റ് ചെക്ക് ചെയ്താൽ ഓക്കെ അല്ലേ? 20 px. പിന്നെ എന്താ വേണ്ട, ബോർഡർ കളർ ചേഞ്ച് ചെയ്യണം. ഒരു ഡാർക്ക് ബ്ലൂ ആയിട്ടായിരിക്കും. ഇപ്പോൾ നോക്കിയാൽ ഒരു ഡാർക്ക് ബ്ലൂ ആയിട്ട് അവിടെ വന്നിട്ടുണ്ട്. നമുക്ക് ഇവിടെ തന്നെ ഇപ്പോൾ ഇവിടെ കാണാൻ പറ്റും. ഇപ്പോൾ UI ബട്ടൺ കൺഫേം എന്നുള്ള ക്ലാസ്സിൻ്റെ ഈ ഒരു കളർ, ഈ ബോർഡർ കളർ അത് ജസ്റ്റ് കോപ്പി ചെയ്യാം. ഓക്കെ അല്ലേ? കുറച്ച് സ്പേസും കൂടെ വേണം. ആ ഇമെയിലും പാസ്വേഡിനൊക്കെ ഒരു ചെറിയൊരു ഗ്യാപ്പ് അടുത്തടുത്ത്. കുഴപ്പമില്ല അല്ലേ? അത് കൊടുക്കാം. കുഴപ്പമില്ല, എടുത്തോ മതി. അത്ര പെർഫെക്റ്റായി, ബാക്കി അവർ ചെയ്തോളും പെർഫെക്റ്റായിട്ട്. ബാക്ക്ഗ്രൗണ്ട് ഓൾറെഡി കൊടുത്താണല്ലേ. എപ്പോഴും കമൻറ്റ്സ് യൂസ് ചെയ്തോ, സുഖമല്ലേ? കാണിച്ചു കളർ ഓൾറെഡി കൊടുത്തിട്ടുണ്ട്. ഓക്കെ, നമ്മളൊരു ഏകദേശം ഒരു ലോഗിൻ ആ ഒരു സ്ട്രക്ചർ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നെക്സ്റ്റ്
താഴോട്ടുള്ള കാര്യങ്ങൾ നോക്കിയാൽ പോരെ. ഇനി എത്രയും പെർഫെക്റ്റ് ആക്കണമെങ്കിൽ നിങ്ങൾക്ക് ആക്കട്ടോ, ഏറ്റവും പെർഫെക്റ്റ് ആക്കിയിട്ട് മാറ്റി നോക്കുക. ഒരു 2 സ്റ്റൈലും കൂടെ ആഡ് ഈ ബട്ടൺ ഇപ്പോൾ ഇപ്പോൾ ഫേസ്ബുക്ക് പേജിൽ ജസ്റ്റ് കേസർ കൊണ്ടുപോയി വെക്കുന്ന സമയത്ത് ഒരു പോയിന്റർ മാറുന്ന കണ്ടില്ലേ, അതുപോലെ മൗസർ അവിടെ ഹോവർ ചെയ്യുന്ന സമയത്തും അവർ ഒരു ബാക്ക്ഗ്രൗണ്ട് കളർ ലൈറ്റായിട്ട് ചേഞ്ച് ചെയ്യുന്നുണ്ട്. ആ സ്റ്റൈൽ വേണമെങ്കിൽ ജസ്റ്റ് നമുക്ക് ആഡ് ചെയ്ത് നോക്കാം. അപ്പം അതിന് വേണ്ടിയിട്ട് ഈസിയാണോ? കേഴ്സ് എന്നുള്ളൊരു പ്രോപ്പർട്ടി ഉണ്ട്, അതിൻ്റെ വാല്യൂ പോയിന്റർ സെറ്റ് ചെയ്യാം. അപ്പോൾ അവിടെ ഇപ്പോൾ കണ്ടില്ലേ ജസ്റ്റ് പോകുമ്പോൾ വരുന്നുണ്ട്. ഇനി ഈ മൗസർ ഹോവർ ചെയ്യുന്ന സമയത്ത് ആ ഒരു ബാക്ക്ഗ്രൗണ്ട് ചേഞ്ച് ചെയ്യുന്നത് അത് നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം. ഒരു കാര്യം മനസ്സിലായിക്കോട്ടെ, നമ്മളിപ്പോൾ മൊബൈൽ ആപ്പിലൊക്കെ ബട്ടൺ ക്ലിക്ക് ചെയ്യുക, വെബിൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക, ഇതൊക്കെ കാണുമ്പോൾ നിങ്ങളായിരിക്കും എന്ത് ചെയ്യുക, ക്ലിക്ക് ചെയ്യണത് എന്താ പറയുക സിമ്പിൾ പരിപാടി അല്ല. ഓരോ ക്ലിക്കും, അതായത് കൈ കൊണ്ടുപോകുമ്പോൾ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ ടച്ച് ലോങ് പ്രസ് ചെയ്യുകയാണെങ്കിൽ വേറെ കളറാക്കി കൊടുക്കണം, അത് കൈ എടുക്കുമ്പോൾ വേറെ കളറാക്കി കൊടുക്കണം, അതൊക്കെ നമ്മൾ കോഡ് ചെയ്ത് ഉണ്ടാക്കലാണ്, ഓരോ ചെറിയ ചെറിയ സാധനങ്ങളും. അപ്പം അതേപോലെ തന്നെ ഇതും നമുക്ക് എന്ത് ചെയ്യാം, CSS ഒരു മെത്തേഡാണ് ഒരു ഹോവർ എന്നുള്ള. ഇപ്പോൾ ഒരു ബട്ടൺ, ഇപ്പോൾ നമ്മുടെ ഈ ബട്ടനാണ് സബ്മിറ്റ് ബട്ടൺ എന്നുള്ള ക്ലാസ്, അത് ഹോവർ ചെയ്യുമ്പോൾ അതായത് കോളൻ നെക്സ്റ്റ് ഹോവർ എന്നുള്ളൊരു ആക്ഷൻ വരുന്ന സമയത്ത് എന്ത് സംഭവിക്കണം എന്നുള്ളതാണ് നമ്മളിവിടെ എഴുതാൻ പോകുന്നത്. അതിൻ്റെ ഉള്ളിൽ നമുക്ക് എന്ത് സംഭവിക്കണം എന്ന് ചെയ്യുമ്പോൾ അതിൻ്റെ സ്റ്റൈൽ, അതായത് ആ ബാക്ക്ഗ്രൗണ്ട് നമുക്ക് ചേഞ്ച് ചെയ്യണം. ഇപ്പോൾ ഓൾറെഡി ഉള്ള ബാക്ക്ഗ്രൗണ്ട് നമുക്ക് ചേഞ്ച് ചെയ്യണം. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് റെഡാക്കി നോക്കാം. ഓക്കെ, കണ്ടില്ലേ ഓരോ സമയത്ത് റെഡായി. അപ്പോൾ എച്ച് ഓവർ എന്നുള്ള പ്രോപ്പർട്ടി ഉണ്ട്, അത് യൂസ് ചെയ്തിട്ടാണ് അത് ചെയ്യുക. ഇപ്പോൾ നിങ്ങളത് ജസ്റ്റ് ആ ഒരു ഡാർക്ക് ബ്ലൂവോ കൊടുത്തത് നീ CSS ഇപ്പോൾ കണ്ടില്ലേ സബ്മിറ്റ് ബട്ടൺ എന്നുള്ള ക്ലാസ് അത് കൊടുത്തു. എന്നിട്ട് കോളൻ ഹോവർ, അതായത് ആ ബട്ടൺ ഹോവർ ചെയ്യുന്ന സമയത്ത് എന്തൊക്കെ ചേഞ്ച് വേണം അങ്ങനെ കൊടുക്കാം. അപ്പോൾ പ്രോപ്പർട്ടിയുടെ അതിൻ്റെ ഉള്ളിൽ എഴുതാൻ പറ്റില്ല അത്? അങ്ങനെയാണല്ലേ, അതൊരു ആക്ഷൻ ആണ്. ഓക്കെ, ആക്ഷൻ ആകുമ്പോൾ CSSന്റെ ഉള്ളിൽ അങ്ങനെ എഴുതിയിട്ട് ഈ ആക്ഷൻ ചെയ്താൻ വേണ്ടിയാണ് ഈ കോളൻ യൂസ് ചെയ്യുന്നത്. കോളൻ പിന്നെ ആക്ഷൻ. മനസ്സിലായില്ലേ? നെക്സ്റ്റ് നമുക്ക് താഴോട്ട് പോവാം, ആ ബോഡി സെക്ഷൻ. അപ്പോൾ നമുക്കിപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ വീണ്ടും നമുക്ക് ഈ ബോഡീനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാം. ഫസ്റ്റ് ഒരു ലെഫ്റ്റ് സെക്ഷനിൽ ആ ഒരു പാരഗ്രാഫും ആ ഇമേജും, റൈറ്റ് സെക്ഷനിൽ ഒരു ഹെഡിങ്ങും പിന്നെ ആ ഒരു സൈൻ ഓഫ് ഫോമും. അത് ഇമേജ് ആണെന്ന് എങ്ങനെ അവർക്ക് മനസ്സിലാവാം? ആ പറഞ്ഞാൽ അതായത് റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ അതിലുണ്ടല്ലേ ഇമേജ്, സേവ് ഇമേജ് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. അത് കൊടുത്തു കഴിഞ്ഞാൽ അപ്പോൾ അത് ഇമേജാന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. കോപ്പി ഇമേജ്, സേവ് ഇമേജ്, ഇമേജ് അഡ്രസ്സിൻ്റെ ഓപ്ഷനൊക്കെ ഉണ്ടാവും. ഇങ്ങനെയാണ് നമ്മൾ വെബ്സൈറ്റിൽ നിന്ന് ഇത് ഇമേജ് ആണോ അല്ലേ എന്ന് മനസ്സിലാക്കൽ. ഇമേജ് ആണെങ്കിൽ ഈ ഒരു ഓപ്ഷൻ കാര്യങ്ങൾ വേറെ എവിടെയും ക്ലിക്ക് ചെയ്ത് നോക്കിയാൽ, ഒരു ഫേസ്ബുക്കിൻ്റെ റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് നോക്കിയാൽ കാണിച്ചു കൊടുത്തേ ഉണ്ടോ, അവിടെ ഇമേജിനെ കുറിച്ച് എന്തെങ്കിലും പറയുന്നുണ്ടോ ആ റൈറ്റ് ബട്ടൻ്റെ ഓപ്ഷനിൽ? അങ്ങനെയാണ് മനസ്സിലാക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് ജസ്റ്റ് ഈ ഇമേജ് ഡൗൺലോഡ് ചെയ്ത് വെക്കാം നമ്മളെ പേജിലേക്ക് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ നമ്മൾ FB ചെയ്തുകൊണ്ടിരിക്കുന്ന ആ ഒരു ഫോൾഡറിലേക്ക് തന്നെ സേവ് ചെയ്യുക. അത് നമ്മൾ പറഞ്ഞല്ലോ ഓൾറെഡി, അതായത് ആ എല്ലാം നമ്മൾ ചെയ്യുന്ന ഫോൾഡർ തന്നെ ചെയ്താൽ വേറെ കോപ്പി ചെയ്യുമ്പോൾ എന്ത് ചെയ്യുക, ആ ഫോൾഡർ മൊത്തമായിട്ട് കോപ്പി ചെയ്താൽ മതി. അതുകൊണ്ട് എപ്പോഴും പ്രൊജക്ട് ഫോൾഡർ തന്നെ കീപ്പ് ചെയ്യുക. നമ്മളവിടെ ചെയ്തിരുന്നത് ഡെസ്ക്ടോപ്പിലാണോ അതോ ഡിസൈൻ ചാലഞ്ച് FB? ഓക്കെ, ഫയൽ സേവ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ആ ഒരു ഡിവൊക്കെ സെറ്റ് ചെയ്യാം. ഫസ്റ്റ് ആ 2 ഡിവുകൾ സെറ്റ് ചെയ്യാം. ഈ ഹെഡർ എന്നുള്ള ഒരു ഡിവ് കഴിഞ്ഞിട്ട് നമുക്കൊരു വേറെ ഡിവ് ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ, ഹെഡർ എന്നുള്ള ഡിവ് കഴിഞ്ഞിട്ട് ഓക്കെ ആ ഡിവ് ഒന്ന് സെലക്ട് ചെയ്ത് കാണിച്ചു കൊടുത്തവർക്ക് ഇവിടെ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ടോപ്പിൽ ഇവിടെ ജസ്റ്റ് ഒരു മാർക്കിംഗ് വരും. എവിടെയാണ് ഓപ്പൺ ചെയ്യുന്നത്, എവിടെ ക്ലോസ് ചെയ്യുന്നത്. ആ ഒരു ഡിവിൽ ഇപ്പോൾ മുകളിൽ നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്താൽ ആ ഡിവ് എവിടെയാണ് ക്ലോസ് ചെയ്യണത് എന്നുള്ള താഴെ ഒരു മാർക്ക് വരും. അതായത് താഴെ ഒന്ന് ക്ലിക്ക് ചെയ്താൽ മുകളിലൊരു മാർക്ക് വരും. അതൊന്ന് മനസ്സിലായിക്കോട്ടോ. നമുക്ക് ജസ്റ്റ് ക്ലാസ് മെയിൻ ബോഡി എന്ന് കൊടുക്കുക. ഇനി അതിൻ്റെ ഉള്ളിൽ നമുക്ക് ആ ലെഫ്റ്റ് സെക്ഷനും റൈറ്റ് സെക്ഷനും ഉണ്ടാക്കണം.
ഓക്കെ. അപ്പോൾ നമ്മൾ നേരത്തെ ചെയ്ത പോലെ ആ ഒരു 50% കൊടുത്തിട്ട് ലെഫ്റ്റിലേക്കും റൈറ്റിലേക്കും ഒന്ന് അലൈൻ ചെയ്യാം. ഉം. പെർസെൻറ്റേജ്. ഫ്ലോട്ട് ലെഫ്റ്റ് കൊടുത്തു. ഓക്കെ. റൈറ്റ് സെക്ഷൻ നമുക്ക് അതേപോലെ തന്നെ കൊടുക്കാം അല്ലേ? 50 കൊടുത്തിട്ട് ഫ്ലോട്ട് ലെഫ്റ്റ് കൊടുക്കുക. അപ്പോൾ ആ ലൈനിലോട്ട് കയറും. ബ്ലോക്ക് എലമെൻ്റ് ആയതുകൊണ്ട് കയറ്റാൻ വേണ്ടി നമ്മൾ ഫ്ലോട്ട് ലെഫ്റ്റ് കൊടുക്കുക. ഹാഫ് ആക്കിയിട്ടാണ് ഡിവൈഡ് ചെയ്യുന്നതുകൊണ്ട് 50% റെഡി ആക്കിയത്. ഓക്കെ. അപ്പോൾ 2 ഡിവൈഡ് വന്നിട്ടുണ്ട്. നമ്മൾ ബാക്ക്ഗ്രൗണ്ട് കാര്യങ്ങളൊന്നും ഇപ്പോൾ സെറ്റ് ചെയ്യേണ്ട. അപ്പോൾ അതിന് മുന്നേ നമുക്ക് ഈ ഫേസ്ബുക്ക് പേജ് എടുക്കുകയാണെങ്കിൽ കണ്ടില്ല, നമുക്കൊരു ബാക്ക്ഗ്രൗണ്ട് അവിടെ വന്നിട്ടുണ്ട് ഓൾറെഡി. ജസ്റ്റ് ഒരു വൈറ്റും പിന്നെ ഒരു ഗ്രേ കളർ മിക്സ് ചെയ്തിട്ടുള്ള ഒരു ബാക്ക്ഗ്രൗണ്ടാണ്. അപ്പോൾ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് എന്താ ചെക്ക് ചെയ്ത് നോക്കി കഴിഞ്ഞാൽ കണ്ടില്ലേ, വീട്ട് ഒരു ബാക്ക്ഗ്രൗണ്ട് ലീനിയർ ഗ്രേഡിയൻറ്റ്, അതായത് വൈറ്റും പിന്നെ സെക്കൻഡ് ഒരു കളറും കൂടെ മിക്സ് ചെയ്തിട്ടുള്ള ഒരു ഗ്രേഡിയൻറ്റ് ബാക്ക്ഗ്രൗണ്ടാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പോൾ നമുക്ക് ഈ ഗ്രേഡിയൻ്റ് ഒക്കെ ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ മതി. ലീനിയർ ഗ്രേഡിയൻറ്റ് അത് അവിടുന്ന് കോപ്പി ചെയ്താൽ CSS ഒന്ന് കോപ്പി അല്ല, എങ്ങനെയാണ് നമുക്ക് കസ്റ്റമായിട്ട് എങ്ങനെയാണ് ജനറേറ്റ് ചെയ്യുന്നതെന്ന് ഇപ്പോൾ കണ്ടില്ലേ. CSS ഗ്രേഡിയൻറ്റ് എന്നുള്ളൊരു എടുത്തു കഴിഞ്ഞാൽ നമുക്കിവിടെ കാണാൻ പറ്റും. അതായത് മിക്സ് ചെയ്ത കളറുകൾ വരുമല്ലോ, ഒരു കളറിൽ നിന്ന് മാറിയിട്ട് ഇങ്ങനെ പതിയെ വേറെ കളറിലോട്ട് പോവുക, അങ്ങനെയുള്ള കാര്യങ്ങൾ വരില്ല അങ്ങനത്തെ ഡിസൈൻ ചെയ്യുമ്പോൾ. താഴെ പോയി കഴിഞ്ഞാൽ CSS ജനറേറ്റർ എടുത്തു കഴിഞ്ഞാൽ അവിടെ നമുക്ക് കസ്റ്റമായിട്ട് ഈ ഗ്രേഡിയൻറ്റ് ജനറേറ്റ് ചെയ്യാം. ഇപ്പോൾ ഏതൊക്കെ കളർ വേണം, എത്ര ലെങ്ത്തിൽ നമുക്ക് വേണം, ഇപ്പോൾ ലീനിയർ വേണോ, റേഡിയലായിട്ട് വേണോ, ഇപ്പോൾ ഉണ്ടോ റൗണ്ട് ഷേപ്പിലായിട്ട് വരും, അങ്ങനെ കുറേ ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ ജസ്റ്റ് ഒന്ന് നമുക്കൊന്ന് ജനറേറ്റ് ചെയ്ത് നോക്കാം. ഇപ്പോൾ നമുക്കിത് ജസ്റ്റ് ഒന്ന് കോപ്പി ചെയ്യാം. അവിടുന്ന് ഇത് വന്നിട്ടുള്ള ആ ഒരു മെയിൻ ബോഡിക്കാണ് വന്നിട്ടുള്ളത്. അത് അവിടുന്ന് ചെയ്തിട്ട് നമുക്ക് ഇഷ്ടമുള്ള പുതിയൊരു സ്റ്റൈലൊക്കെ ചെയ്യുകയാണെങ്കിൽ അങ്ങനെ എന്താ പറയുക ഗ്രേഡിയൻ ജനറേറ്ററിൽ പോയിട്ട് കളറൊക്കെ സെറ്റ് ചെയ്ത് ഇഷ്ടമുള്ള കളർ എടുത്ത് കൊണ്ടുവന്നിട്ട് അതോടെ കൊണ്ടുവന്ന് അപ്ലൈ ചെയ്യാം. മെയിൻ ബോഡിക്ക് ബാക്ക്ഗ്രൗണ്ട് ജസ്റ്റ് കോപ്പി ചെയ്തു. ജസ്റ്റ് പോയി കഴിഞ്ഞാൽ വന്നിട്ടില്ല, കാരണം ഇപ്പോൾ ഹൈറ്റും ഒന്നും കൊടുത്തിട്ടില്ല ബോഡിക്ക്. ജസ്റ്റ് നമുക്കൊന്ന് ഹൈറ്റ് കൊടുത്ത് നോക്കാം. ഇതിപ്പോൾ മെയിൻ ബോഡിക്കാണ് കൊടുത്തത് അല്ലേ? വിഡ്ത്ത് 100%. ഹൈറ്റ് നമുക്ക് ജസ്റ്റ് ഒരു 500 പിക്സ് കൊടുക്കാം, ജസ്റ്റ് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. ഹലോ വന്നിട്ടുണ്ട്. ഓക്കെ ഓക്കെ ഓക്കെ, മാറി വന്നിട്ടുണ്ട്. ഓക്കെ ഓക്കെ, മനസ്സിലായി. ഇനി ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് ആ ഒരു ഇമേജ് ഒക്കെ സെറ്റ് ചെയ്യാം. ഫസ്റ്റ് ലെഫ്റ്റ് സെക്ഷനിൽ ഫസ്റ്റ് വേണ്ട നമുക്കൊരു പാരഗ്രാഫാണ്. ടാഗ് കൊടുക്കാം. എന്തായിരുന്നു ടെക്സ്റ്റ് എന്തായിരുന്നു? കോപ്പി ചെയ്യാൻ കോപ്പി ചെയ്യാം. ആ ടെക്സ്റ്റ് അവിടെ നിന്ന് കോപ്പി ചെയ്യാം, ഇമേജ് അവിടെ സേവ് ചെയ്യാം. അപ്പോൾ അത് പെട്ടെന്ന് കഴിഞ്ഞിട്ടാ, വളരെ ഈസിയാണല്ലോ. ജസ്റ്റ് ഈ പി ടാഗ് ജസ്റ്റ് ക്ലാസ് കൊടുക്കാം. എന്തെങ്കിലും പാര നമുക്കൊരു ഇമേജും കൂടെ സെറ്റ് ചെയ്യാനുണ്ട്. IMG ടാഗിൽ സെർച്ച് നമ്മൾ കൊണ്ടുപോയിട്ടത് fb.png ഫയലാണ്, ഇവിടെ കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ അതാണ് PNG. ഒരു ആട്രിബ്യൂട്ട് കൂടെ വന്നിട്ടുണ്ട്, ആൾട്ട് എന്നൊരു ആട്രിബ്യൂട്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ എനി കേസിൽ ആ ഒരു ഇമേജ് അവിടെ ഇല്ലെങ്കിൽ, ആ ഇമേജ് ഡിസ്പ്ലേ ആവുന്നില്ലാത്ത കേസിൽ എന്ത് ടെക്സ്റ്റ് അവിടെ ഡിസ്പ്ലേ ചെയ്യണം എന്നുള്ളതിനാണ് ഈ ഒരു ആൾട്ട് എന്നുള്ളൊരു ആട്രിബ്യൂട്ട്. കൊടുക്കണം നിർബന്ധമൊന്നുമില്ലല്ലോ? നിർബന്ധമില്ല.
മനസ്സിലായോ? ചിലപ്പോൾ ഇമേജ് സാധാരണ ഇപ്പോൾ നമ്മളിത് ഇമേജ് ഇവിടെ തന്നെ ഇട്ട് കൊടുക്കുകയാണ്. ചില കേസിൽ ഇപ്പോൾ ഇമേജുകൾ വേറെ ഏതെങ്കിലും സൈറ്റിൽ നിന്നൊക്കെ നമ്മൾ ലിങ്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ടാവും. ചിലപ്പോൾ ആ സൈറ്റ് ഇപ്പോൾ ഡൗൺ ആവുകയാണ്, അവൈലബിൾ അല്ലാതാവുകയാണ്. അപ്പോൾ ആ സമയത്ത് ആ ഫയൽ കിട്ടില്ലല്ലോ. അങ്ങനത്തെ കേസ് വരുമ്പോൾ എന്തെങ്കിലും വേറെ എന്തെങ്കിലും ടെക്സ്റ്റ് തൽക്കാലം ടെമ്പററി ആയിട്ട്, അല്ലെങ്കിൽ ഇന്ന സെർവർ അവൈലബിൾ അല്ല, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഇഷ്യൂ, അല്ലെങ്കിൽ എന്തെങ്കിലും സംഭവങ്ങൾ ഒന്ന് റീഫ്രഷ് ചെയ്യാൻ പറയുക, അല്ലെങ്കിൽ എന്തെങ്കിലും വെയിറ്റ് ചെയ്യാൻ പറയുക, എന്തെങ്കിലും മെസ്സേജ് കൊടുക്കണമെങ്കിൽ. ഇപ്പോൾ ഈ പാരഗ്രാഫ് ഇമേജ് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഇമേജിൻ്റെ സൈസ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണം. ഈ ഇമേജ് എവിടെ ആഡ് ചെയ്ത്? ലെഫ്റ്റ് ഡിവിലല്ല? അതെ, അത് ആ ഇമേജിൻ്റെ സൈസ് എടുത്ത് വന്നതാ. നമ്മളൊന്നും എടുത്തായിട്ടൊന്നും കൊടുത്തിട്ടില്ല. ഓക്കെ ഓക്കെ. ആ 50-50 കൊടുത്തു കഴിഞ്ഞപ്പോൾ ഏകദേശം കുറയില്ലേ? എങ്ങനെ? 2 ഡിബിനും 50-50 കൊടുത്തു കഴിഞ്ഞാൽ. പക്ഷേ ഇമേജിന് നമ്മളൊന്നും കൊടുത്തിട്ടില്ല. അത് ഇപ്പോൾ ആ ഡിബിൻ്റെ 100% വേണോ 50% വേണോ? ഇത് ജസ്റ്റ് ആ ഇമേജ് അവിടെ കൊണ്ട് ഇട്ടിട്ടേ ഉള്ളൂ. അപ്പോൾ ഇമേജിൻ്റെ സൈസാണ് അവിടെ എടുക്കുന്നത്. ഓക്കെ ഓക്കെ. ഇപ്പോൾ ഇമേജ് നമുക്കൊന്ന് എടുത്തൊരു 500 പിക്സൽ കൊടുത്തു കഴിഞ്ഞാൽ വന്നിട്ടുണ്ട്. ഓക്കെ അല്ലേ? 81. അപ്പോൾ ആ ഇമേജിന് നമുക്ക് ക്ലാസ് കൊടുത്തിട്ട് ആ സ്റ്റൈൽ കൊടുക്കാം. ഇമേജ് ഇനി നമുക്ക് ജസ്റ്റ് ഈ ഒരു ലെഫ്റ്റ് സൈഡിൽ നിന്ന് നമുക്കൊന്ന് അലൈൻ ചെയ്യണം ഇത്. അപ്പോൾ ഈ ലെഫ്റ്റ് സെക്ഷനിൽ നിന്ന് നമുക്ക് പാഡിങ് കൊടുത്തു കഴിഞ്ഞാൽ ലെഫ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഓക്കെ. അവിടെ തന്നെയാണോ FB എടുത്തത്? FB എടുത്തത് ചൂടിങ്ങോട്ട് പറഞ്ഞു. പോരെ? അതെ, ഇനി താഴോട്ട് പാഡിങ് ടോപ്പ്. ഏകദേശം ഫേസ്ബുക്കിൻ്റെ ഒരു അടുത്തോട്ട് അടുക്കുന്ന കണ്ട ലുക്ക്. രണ്ടും കോപ്പി ചെയ്യാം. ലെഫ്റ്റ് സെക്ഷനിൽ ആ സ്റ്റൈൽ കൊടുക്കുക. നമുക്ക് ആ ഒരു പാരഗ്രാഫിൻ്റെ സ്റ്റൈലും കൂടെ സെറ്റ് ചെയ്യണം. കളർ വൈറ്റ് ആക്കുക. കളർ വൈറ്റ് അല്ലല്ലോ അല്ലേ? ബ്ലാക്ക് തന്നെ. ബ്ലാക്ക് തന്നെയാണ്. ബോൾഡ് ആക്കാം. ബോൾഡ് ആക്കാം. ഇപ്പോൾ ബോൾഡ് ആക്കാൻ വേണ്ടിയിട്ട് ഫോണ്ട് വെയിറ്റ് ബോൾഡ് ആയിട്ടുണ്ട്. ഫോണ്ട് സൈസും കൂടെ കൂട്ടുന്നുണ്ട്. ഒരു 15 px പോരാ. നമുക്ക് ആ ടെക്സ്റ്റ് ബ്രേക്ക് ചെയ്യാൻ ജസ്റ്റ് ഒന്ന് നോക്കാം. ഇപ്പോൾ കണ്ടില്ലേ, ഫേസ്ബുക്ക് ഹെൽപ്സ് യു വിത്ത് കണക്ട് വിത്ത് ഷെയർ വിത്ത് ഇതാന്ന് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് പീപ്പിൾ എന്ന് വരുന്ന നെക്സ്റ്റ് ലൈനില്ല. അപ്പോൾ നമുക്ക് അവിടെ ഒരു ബ്രേക്ക് ഇട്ട് കൊടുക്കണം. BR ഇട്ട് കൊടുക്കാം അല്ലേ? BR നമ്മൾ പഠിച്ചതല്ലേ? സൈസ് എത്ര മതിയാവും? മതിയല്ലേ? അപ്പോൾ പേര എന്നുള്ള ക്ലാസ്സിന് സ്റ്റൈൽ കൊടുക്കുക. നമുക്ക് ആ ബ്രേക്ക് അങ്ങോട്ട് കണക്ട് ചെയ്തോ? കണക്ട് ചെയ്തിട്ടുണ്ട്. ഈ പേര ക്ലാസ് ഉണ്ട്. അവിടെ BR ഇട്ട് കൊടുക്കുക അല്ലേ? നമുക്ക് ഈ ഇതാ കഴിഞ്ഞിട്ട് ഒരു BR ടാഗ്
ഓക്കെ ആ ഉണ്ടോ? സോറി. ഇനി അത് ലോഡായിട്ടില്ല. അവിടെ സെർവറിൻ്റെ അണ്ടർസ്റ്റാൻഡ് ആ താഴെ വന്ന ഓപ്ഷൻ കണ്ടോ? നിങ്ങൾ റൺ ചെയ്താൽ മതി. ഓക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ആ ഒരു പാരഗ്രാഫ് ആ ഇമേജ് സെറ്റ് ചെയ്തു. ഇനി നമുക്ക് റൈറ്റ് സെക്ഷൻ ആ ഒരു സൈനപ്പ് ഫോം അടുത്ത റൈറ്റിൽ ഡിവ് സെറ്റ് ചെയ്യണം. ഇപ്പോൾ ഈ ലെഫ്റ്റ് സെക്ഷൻ എന്നുള്ള ടാഗ് കഴിഞ്ഞിട്ട് ഓക്കെ ഈ റൈറ്റ് സെക്ഷൻ്റെ ഉള്ളിൽ നമുക്ക് ഫസ്റ്റ് വേണ്ടത് ഒരു ഹെഡിങ് ഉണ്ട്, ഒരു പാരഗ്രാഫും ഉണ്ട്. അപ്പോൾ ഒരു മിനിറ്റ് അടുത്ത. അപ്പോൾ ടോപ്പ് മൊത്തത്തിൽ ഒരു ഡിബ് ഉണ്ട് ഇപ്പോൾ നമുക്ക്. അതിൻ്റെ മുകളിൽ എന്താ ഡിബ് അത് ഓരോ ലേബലായിട്ട് ഇങ്ങനെ ആഡ് ചെയ്ത് പോരാ താഴത്ത്. അതെ, ഹെഡിങ്, പാരഗ്രാഫ്, പിന്നെ ഒരു ഫോം, പിന്നെ മൊത്തത്തിലൊരു ഫോം. അതെ, അത് ക്ലോസ് ചെയ്ത സാധനം. പിന്നെ ഒരു ഫോം. ആ ഫോമിൽ മുകളിൽ ഒരു ഡിവ്, യൂസർ നെയിം, പാസ്വേഡ്, അങ്ങനെയാണോ? അതെ അതെ അങ്ങനെ തന്നെ. അതൊരു പകുതി പകുതി. ഫസ്റ്റ് ടൈം യൂസർ നെയിം ഒരു ഡിവ്, അതിൻ്റെ താഴെ സാധാരണ ഇൻപുട്ട്, അതിൻ്റെ താഴെ സാധാരണ ഇൻപുട്ട്. ബർത്ത്ഡേൻ്റെ അവിടെ എന്താ ചെയ്യുക? അതേപോലെ ആ ഒരു ഡേറ്റ് എഴുതുന്നിടത്ത് അതും നമ്മൾ സെലക്ട് എലമെന്റ് യൂസ് ചെയ്യുന്നത്. അതായത് ആ ഡ്രോപ്പ് ഡൗൺ ഇപ്പോൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കണ്ടില്ലേ, ഇപ്പോൾ ഡ്രോപ്പ് ഡൗൺ ആയിട്ട് വരുന്നത്. ആ ലിസ്റ്റ് നമുക്ക് ഒരു ഡ്രോപ്പ് ഡൗൺ ആയിട്ട് വെക്കാം ഈ 3 കാര്യങ്ങളും. ഓക്കെ ഓക്കെ സെലക്ട് എലമെന്റ് വെച്ചിട്ട്. ഓക്കെ. പിന്നെ റേഡിയോ ബട്ടൺസ്, പിന്നെ സബ്മിറ്റ് ബട്ടൺ, ഇടയ്ക്ക് കുറച്ച് കാര്യങ്ങൾ പാരഗ്രാഫ് പോലെ വന്നിട്ടുണ്ട്. അതിൽ ആ ഡേറ്റ് വെക്കുന്നത് മാത്രം കാണിച്ചു കൊടുക്കുക, ബാക്കി അവർ ചെയ്തോളും. ആ ഡേറ്റ് സെലക്ട് ചെയ്യുന്നത് അല്ല, ഫസ്റ്റ് ആ ഒരു ഫസ്റ്റ് നെയിമും അതൊക്കെ അവർ ചെയ്തോളും. ഇൻപുട്ട് അറിയില്ല നിങ്ങൾക്ക്? ഒരു ഇത് കാണിച്ചു കൊടുക്കണം, ഒരു റൗണ്ട് ആക്കണത്. ഫോമിൽ ഇൻപുട്ട് ഫീൽഡ് മാത്രം കാണിച്ചാൽ മതി. ആ റൗണ്ട് ഷേപ്പ് ആക്കുക, പ്ലസ് ആ ഡേറ്റിൻ്റെ കാര്യം മാത്രം. ഇതെന്തിനാന്ന് വെച്ചാൽ നിങ്ങളത് സെർച്ച് ചെയ്ത് കണ്ടെത്തിയിട്ട് എടുക്കണം. ഈ ബാക്കി ഡൗട്ട് വരികയാണെങ്കിൽ ഇത്ര നേരം ചെയ്ത ഒരു ഐഡിയ വെച്ചിട്ട് തന്നെ ബാക്കി നിങ്ങൾക്ക് ചെയ്യാൻ പറ്റണം. ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ വീണ്ടും വീഡിയോ വാച്ച് ചെയ്യുക, അല്ലെങ്കിൽ വേറെ വീഡിയോ വാച്ച് ചെയ്യുക, സെർച്ച് ചെയ്യാനുള്ള ഓപ്ഷനുള്ളൂ. ഇത് കണ്ടെത്തിയിട്ടുള്ളൂ. സിമ്പിൾ കാര്യമാണ്. ആ ഒരു ഇത്രയും വെച്ച കൺസെപ്റ്റും ഡിവൈഡാണ് കൺസെപ്റ്റും വെച്ചിട്ട് നിങ്ങൾക്ക് ചെയ്യാം. നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഈ ഒരു ഇൻപുട്ട് ഫീൽഡിന് ലേബലില്ല, കണ്ടോ? ആ ഫീൽഡിന്റെ ഉള്ളിൽ തന്നെ ഒരു ടെക്സ്റ്റ് വന്നിട്ടുണ്ട്. എന്തെങ്കിലും ടൈപ്പ് ചെയ്യുകയാണെങ്കിൽ അവിടെ നിന്ന് പോവുകയും ചെയ്യും. ഓക്കെ. ഹിന്റ് അപ്പോൾ അത് നമുക്ക് ഇവിടെ ആഡ് ചെയ്യുന്നത് ടെക്സ്റ്റ് ഫീൽഡിന്റെ ഉള്ളിൽ തന്നെ എന്താ ചെയ്യുക, ടെക്സ്റ്റ് പോയി വരുന്ന കാര്യത്തിന് പറയുന്ന പേരാണ് ഹിന്റ് എന്നുള്ളത്. ഇവിടെ അത് ആട്രിബ്യൂട്ട് വരുമ്പോൾ പ്ലേസ് ഹോൾഡർ എന്നൊരു ആട്രിബ്യൂട്ട് ഉണ്ട്. ഓക്കെ. അവിടെ കൊടുക്കാം. അപ്പോൾ ഇമെയിൽ അഡ്രസ് ഇമെയിൽ കൊടുത്തു കഴിഞ്ഞാൽ ജസ്റ്റ് ഓക്കെ. നമ്മളിവിടെ അലൈൻ ചെയ്ത എന്തോ പ്രശ്നമുണ്ട്. അത് ലെഫ്റ്റ് ഇത് കൊടുത്തിട്ടുണ്ടാവില്ല. അഡെബിന് കൊടുത്തിട്ടുണ്ടാവും. സെക്ഷൻ ലെഫ്റ്റ്. അതൊരു ലെഫ്റ്റ് സെക്ഷൻ കടന്നു പോയിട്ടുണ്ട് റൈറ്റ് സൈഡിലേക്ക്. അപ്പോൾ നമുക്കത് ഇമേജ് ഉള്ളതുകൊണ്ടാ? ഇമേജ് ഉള്ളതുകൊണ്ട് ഇമേജിന് വിടുത്തൊന്ന് കുറച്ചാൽ പോരെ? അല്ലെങ്കിൽ നമുക്ക് ഈ റൈറ്റ് സെക്ഷൻ്റെ വിടുത്ത് നമുക്കൊന്ന് കുറയ്ക്കാം. ഇപ്പോൾ 50% വേണ്ടല്ലോ. ഇപ്പോൾ 39% കൊടുക്കുമ്പോൾ റൈറ്റ് സൈഡിൽ വരും. ഓക്കെ ഓക്കെ. ഇനി അതൊന്ന് റൗണ്ട് ആക്കുക, ഒന്ന് വലുതാക്കുക. ഇമെയിൽ വന്ന് നമുക്ക് ജസ്റ്റ് ടൈപ്പ് ചെയ്യുമ്പോൾ പോകുന്നുണ്ട്. ഇനി ഒന്ന് സ്റ്റൈൽ ചെയ്യാം. ഹൈറ്റ് നമുക്ക് ജസ്റ്റ് ഒന്ന് കൂട്ടി കൊടുക്കാം. PX
അതുപോലെ വിടുത്ത് നമുക്ക് എത്ര വേണമെന്ന് വെച്ചാൽ അഡ്ജസ്റ്റ് ചെയ്യാം. ഞാനൊരു ബോർഡർ, ആ ഒരു ബോർഡർ ഒരു റൗണ്ട് കോർണറായിട്ട് വരുന്നുണ്ടെങ്കിൽ ഇപ്പോൾ ബോർഡർ റേഡിയസ് എന്നൊരു ഒരു പ്രോപ്പർട്ടി ഉണ്ട്. നമുക്ക് ജസ്റ്റ് ഒരു 3px സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഉണ്ടല്ലോ, അത് കൂടുന്നതനുസരിച്ചാണ് ബോർഡർ റേഡിയസ് കൂടുന്നതനുസരിച്ച് ഇങ്ങനെ സ്റ്റൈൽ ഇങ്ങനെ കൊണ്ട് വരുന്നുണ്ട്. നമുക്ക് ജസ്റ്റ് ഒരു ചെറിയൊരു ഇതേ ഉള്ളൂ അല്ലേ ഫേസ്ബുക്കിൽ ഒരു 4 ജസ്റ്റ് നോക്കുകയാണെങ്കിൽ ചെറുതായിട്ട് 4 കൊടുക്കാം. ഇനി നമുക്ക് വേണമെങ്കിൽ ആ ഫോണ്ട് സൈസ് ഒന്ന് ജസ്റ്റ് കൂട്ടി കൊടുക്കാം. ഓക്കെ, ഇനി നമുക്ക് ആ ഒരു ഈ ബോർഡറിന് ഡിഫോൾട്ടായിട്ട് കളറൊക്കെ വന്നിട്ടുണ്ട്. അതൊക്കെ നമുക്ക് ചേഞ്ച് ചെയ്യാം, പ്രോപ്പർട്ടി ചേഞ്ച് ചെയ്തിട്ട് ബോർഡർക്ക് കളർ മാറ്റി കൊടുക്കാം. അതൊക്കെ അങ്ങനെ തന്നെ ചെയ്താൽ മതി. ബോർഡർ കളർ എന്നുള്ള ഇതുണ്ടോ? ബോർഡർ കളർ ഒരു ഓപ്ഷൻ ഉണ്ട്. ഓക്കെ, അപ്പോൾ ജസ്റ്റ് നമ്മളിപ്പോൾ വൈറ്റ് കൊടുക്കുകയാണെങ്കിൽ അവിടെ പോയിട്ടുണ്ട്. ഇപ്പോൾ താഴത്തെ ഒരു പോയി, മേലത്ത് പോയിട്ടില്ല. എല്ലാം ഇങ്ങനെ സിമ്പിൾ ലാംഗ്വേജിൽ ഉണ്ടാവും കേട്ടോ. അതായത് ഇങ്ങനെ ബോർഡർ, അതിൻ്റെ ലെങ്ത്ത്, അല്ലെങ്കിൽ അതിൻ്റെ റേഡിയസ് മാറ്റുക, അല്ലെങ്കിൽ അതിൻ്റെ കളർ മാറ്റുക എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അത് ജസ്റ്റ് ഇങ്ങനെ സെർച്ച് ചെയ്ത് നോക്കിയാൽ തന്നെ കിട്ടും സജഷനായിട്ട്. അത് കൊടുത്തു നോക്കുക, ചെയ്ത് നോക്കുക എന്നുള്ളത് കാണാതെ പഠിക്കുന്ന കാര്യങ്ങളല്ല. പിന്നെ കുറേ ഇങ്ങനെ ചെയ്ത് നോക്കുമ്പോൾ ഏകദേശം നമുക്ക് മറ്റേ ബോർഡർ കളർ മാറ്റിയോ റേഡിയസ് മാറ്റിയത് അത് ചെയ്യുമ്പോൾ കിട്ടുന്ന എക്സ്പീരിയൻസ് ആണ്. വേറെ ഒരു ട്രിക്കും ഇല്ല അതിന്. അതായത് കാണാതെ പഠിച്ചെടുക്കാനോ അല്ലെങ്കിൽ അങ്ങനെ എടുക്കാനുള്ള ഒരു പരിപാടിയില്ല. എല്ലാവരും കുറേ ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു സാധനം മാത്രമാണ്. ഈ ഒരു പ്രശ്നം ഉള്ളതുകൊണ്ടാണ് ഞാനിതിനിരിക്കാതിരുന്നത്. ഓക്കെ, സ്റ്റൈൽ ഇവിടെ ഇപ്പോൾ ഡിഫോൾട്ടായിട്ട് വന്നിട്ടുള്ളതാണ് ഈ ഒരു ഇൻപുട്ടിന്. അത് കുഴപ്പമില്ല, അത് വിടും. വലിയ അത്യാവശ്യമൊന്നുമില്ല, അവർ കണ്ടെത്തിക്കോളും. ഇനി ഒന്ന് സെർച്ച് ചെയ്യണമെന്നത് കാണിച്ചു കൊടുത്താൽ ഒന്ന് ഗൂഗിൾ ചെയ്താൽ, അതായത് HTML CSS ബോർഡർ റേഡിയസ് ഒന്ന് സെർച്ച് ചെയ്താൽ നമുക്ക് വേണ്ട. ഗൂഗിളിൽ സെർച്ച് ചെയ്യുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഇന്ന് ഓഫ് അങ്ങനെയുള്ള വേർഡുകൾക്കൊന്നും യാതൊരു പ്രാധാന്യമില്ല കേട്ടോ. അതൊന്നും സെർച്ചിൽ എടുക്കില്ല. അപ്പോൾ HTML ഇങ്ങനെ സ്പേസ് ഇട്ടിട്ട് ഗ്രാമർ പോലും അറിയേണ്ട, ഇംഗ്ലീഷ് അറിയാത്തവർക്ക് സെർച്ച് ചെയ്യാൻ പറ്റും. HTML CSS ബോർഡർ റേഡിയസ് ഇൻപുട്ട് ഫീൽഡ് അല്ലേ, ഇൻപുട്ട് കൂടി കൊടുക്കണ്ടേ? റേഡിയസ് കൊടുക്കാം. റേഡിയസ് ബോർഡർ എന്നുള്ള വേർഡുകൾ സെർച്ച് ചെയ്താൽ തന്നെ എന്ത് ചെയ്യും, നിങ്ങൾക്ക് സജഷനായിട്ട് ഒരുപാട് എക്സാമ്പിൾസ് കിട്ടും. നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഇതേ കാര്യം തന്നെ ചെയ്ത് പഠിച്ച ഒരുപാട് ആൾക്കാർ നമ്മുടെ നാട്ടിലുണ്ടാവും. ഇപ്പോൾ ഇവരൊക്കെ ഇത് ഡൗട്ടായിട്ട് ചോദിക്കുകയും ഇത് ഡോക്യുമെൻ്റ് ആയിട്ട് ചെയ്തിട്ടുള്ളതൊക്കെ ഉണ്ടാവും. അപ്പോൾ നമ്മൾ ജസ്റ്റ് ആ വേർഡ് ഒന്ന് സെർച്ച് ചെയ്താൽ തന്നെ ആൻസർ കിട്ടും. കിട്ടാത്ത ആൻസർ ഇതേപോലെ സെർച്ച് ചെയ്യാൻ നോക്കുക. ബോർഡർ റേഡിയസ് സോളിഡ് റെഡ്. ഇവിടെ തന്നെ ഈ W3 സ്കൂൾസ് കയറുമ്പോഴുള്ള പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ആ ട്രൈ ടു യുവർ സെൽഫ് എന്നുള്ള ബട്ടൺ കണ്ടോ? ആ ബട്ടൺ പ്രസ് ചെയ്താൽ ഈ ഒരു സ്ക്രീൻ വരും. ഈ ഒരു സ്ക്രീനിൽ എന്താ വെച്ചാൽ ലെഫ്റ്റിൽ കോഡ് ചെയ്താൽ റൈറ്റിലേക്ക് കാണുകയും ചെയ്യും. അപ്പോൾ ആ രീതിയിൽ അപ്പം തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും, ഇത് ഇന്നതാണല്ലേ. റെഡ് കണ്ടോ? ഇപ്പോൾ ബോർഡർ 2 പിക്സൽ സോളിഡ് റെഡ് അത് കണ്ടോ വന്നാണ്. റെഡ് ജസ്റ്റ് നമുക്കൊന്ന് മാറ്റി നോക്കാം. ഗ്രീൻ കൊടുത്തിട്ട് റെഡ് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യാം. മാറിയില്ലേ? അപ്പോൾ ഈ രീതിയിൽ ചെയ്ത് നോക്കുക. ഈ സാധനം എന്ത് ചെയ്യുക, നമുക്ക് ആവശ്യമുള്ളിടത്ത് കൊണ്ടുപോയിടുക. ഇങ്ങനെയാണ് ചെയ്ത് നോക്കുക, ചെയ്ത് പഠിക്കുക ചെയ്യേണ്ടത്. വർക്ക് ചെയ്യുമ്പോഴും ഇങ്ങനെ തന്നെയാണ്. അറിയാത്തത് വരുമ്പോൾ നേരെ ഗൂഗിൾ ചെയ്യും, ഒരു സാധനം എടുക്കും, നോക്കിയിട്ട് ഇത് എവിടെ ഇടണം, CSS എവിടെയാണ്, ഏത് ഡിവാണ്, എന്താണ് അത് മനസ്സിലാവണമെങ്കിൽ ബേസിക് ഡിബിൻ്റെ ഒക്കെ അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടെങ്കിൽ പിന്നെ അങ്ങനെ ഇരുന്ന് ചെയ്യുകയാണ് ചെയ്യാറത്. ഓക്കെ, ഒന്നും കാണാപ്പാടം പഠിക്കേണ്ട ആവശ്യമേ ഇല്ല. എന്താ ആവശ്യം വരുന്നോ ജസ്റ്റ് സെർച്ച് ചെയ്യുക, വാല്യൂ എടുക്കുക, യൂസ് ചെയ്യുക. ഇതൊന്നും കമൻറ്റ് ചെയ്തുകൊണ്ട് ഞാൻ പണ്ടെടുക്കൽ എന്ത് ഡൗട്ട് വന്നാലും കമൻറ്റ് ചെയ്യുന്ന പറഞ്ഞിട്ട് ഈ ചെറിയ ഡൗട്ടുകൾ കമൻറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതേപോലുള്ള ചെറിയ കളർ മാറ്റുന്നതൊന്നും ഡൗട്ട് ചോദിച്ചുകൊണ്ടിരിക്കേണ്ട, മറുപടി തരില്ല. വേണമെങ്കിൽ കണ്ടെത്തുക. അല്ല വയസ്സിലെ ഇതിനൊന്നും മറുപടി കൊടുക്കില്ല. അത് പ്രൈവറ്റ് പേഴ്സണൽ മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കേണ്ട, മറുപടി തരില്ല. അല്ലാതെ നിങ്ങൾ എന്തെങ്കിലും ചെയ്തിട്ട് വല്ല കരിയറിൽ എന്തെങ്കിലും ഇമ്പ്രൂവ്മെൻറ്റോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കുകയാണെങ്കിൽ അതും ഡീറ്റെയിൽ ആയിട്ട് പറയുകയാണെങ്കിൽ മറുപടി പറയും. വീണ്ടും പറയണേ ഹായ് പറഞ്ഞിട്ട് വെയിറ്റ് ചെയ്താൽ ഞങ്ങളൊന്നും തരില്ല. കാര്യം പറയാം എത്രയും പെട്ടെന്ന്.
ഇനിയിപ്പോൾ നെക്സ്റ്റ് ഓരോ സാധനം നോക്കുമ്പോൾ വെറുതെ പോയിട്ട് അതിന്റെ സൊല്യൂഷൻ ഇട്ട് ചെക്ക് ചെയ്യാതെ അതിനെ കുറിച്ചൊന്ന് വായിച്ച് എന്താന്ന് മനസ്സിലാക്കിയതിനു ശേഷം ചെയ്താല് ഒരു വട്ടം ചെയ്താൽ മതിയാവും. അല്ലെങ്കിൽ ജീവിതകാലം മുഴുവൻ അത് കോപ്പി പേസ്റ്റ് ചെയ്യാൻ നിൽക്കേണ്ടി വരും. അപ്പൊ അതൊന്ന് പറഞ്ഞു. അതായത് ചില ഇപ്പോൾ നമ്മളൊക്കെ കോഡ് ചെയ്യുമ്പോൾ കീപ്പ് ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഒരു കാര്യം ചെയ്യണം. ആ കാര്യം ചെയ്യാണ്ട് നേരെ നെറ്റിൽ സെർച്ച് ചെയ്യുക, ഒരു ഏതാണോ ഫാസ്റ്റ് കിട്ടുന്ന സൊല്യൂഷൻ അതങ്ങ് എടുത്തിടുന്ന രീതിയിൽ ഡെവലപ്പ് ചെയ്യരുത്. അങ്ങനെ ഡെവലപ്പ് ചെയ്യുന്ന ഡെവലപ്പേഴ്സ് നമുക്ക് അറിയാം. അതുകൊണ്ടാണ് പറയണത് എന്താ ചെയ്യണമെന്ന് വെച്ചാൽ കൂടുതൽ നേരം തിങ്ക് ചെയ്യുക, കൂടുതൽ നേരം റിസർച്ച് ചെയ്യുക. ഒരു സാമ്പിൾ പ്രോജക്റ്റ്, ഒരു പ്രൊജക്റ്റ് നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ എപ്പോഴും ഒരു സാമ്പിൾ പ്രോജക്റ്റൊക്കെ വേറെ ഉണ്ടാവും നിങ്ങൾക്ക്. എന്നിട്ട് എന്ത് ചെയ്യുക, അതിലോട്ടൊന്ന് ഇട്ട് നോക്കിയിട്ട് ഒന്ന് വെരിഫൈ ചെയ്യും, വേറെ എന്തെങ്കിലും ഓപ്ഷൻ ഉണ്ടോ, 2-3 സൈറ്റുകൾ നോക്കും. എന്നിട്ട് അവരൊക്കെ തരുന്ന ഓപ്ഷൻസ് ഒന്ന് കമ്പയർ ചെയ്യും. അതിനെക്കുറിച്ച് എന്തെങ്കിലും ഡോക്യുമെൻറ്റ് വായിക്കാണ്ടെങ്കിൽ അവിടെ എന്ത് വായിക്കും. എന്നിട്ട് മാത്രമേ നല്ലൊരു ഓപ്ഷൻ എടുക്കുള്ളൂ. അങ്ങനെ എടുത്തു കഴിഞ്ഞാൽ ഫ്യൂച്ചറിൽ ഇത് വരുമ്പോൾ ഈ ഡൗട്ടും കാര്യങ്ങളും ഉണ്ടാവില്ല, ഡൗട്ട് കുറയും. ഓക്കെ, അല്ലെങ്കിൽ കുറേ പ്രൊഡക്റ്റുകൾക്ക് ക്വാളിറ്റി ഇല്ലാത്ത പ്രൊഡക്റ്റുകൾ വരും, പിന്നെ കുറേ ഇഷ്യൂസ്, പിന്നെ കുറേ കാലം കഴിയുമ്പോൾ വരും. അങ്ങനെ കംപ്ലൈൻ്റ് ആകുന്ന ഒരുപാട് പ്രൊഡക്റ്റുകൾ നമ്മൾ അറിയാം, അങ്ങനെ ചെയ്യുന്ന ഡെവലപ്പേഴ്സിനെ അറിയാം. അപ്പോൾ അത് മാറ്റിയിട്ട് കൂടുതൽ സമയം റിസർച്ചും കുറച്ച് സമയം കോഡിങ്ങും. ഇപ്പോൾ ഞാനൊക്കെ ഓർമ്മയുണ്ട് പ്രൊജക്റ്റ് ചെയ്യുന്ന സമയത്ത്, ഇപ്പോൾ കോഡക്കിൻ്റെ ഇതിൻ്റെയൊക്കെ പ്രൊജക്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ 2 ആഴ്ചയൊക്കെ റിസർച്ച് തന്നെ ആയിരിക്കും, ഒരു കോഡും ഒരു റിസൾട്ടും കൊടുക്കില്ല. അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ ഒരു ദിവസം ഇരുന്നിട്ട് അപ്പോൾ നമ്മളോട് ചോദിക്കും, പ്രൊജക്ട് മാനേജർ ചോദിക്കും ആയില്ലേ കഴിഞ്ഞില്ല എന്ന് ചോദിക്കും. പറയില്ല, അതിൻ്റെ കാര്യങ്ങൾ കണ്ടെത്തിക്കൊണ്ട് നിൽക്കാൻ. സാമ്പിൾ പോയിന്റിലൊക്കെ ചെയ്ത് നോക്കി ഇങ്ങനെ ഇട്ട് നോക്കും, കാര്യങ്ങളൊക്കെ വെരിഫൈ ചെയ്യുന്നത് പെർഫെക്റ്റ് ആണോ, നല്ലതാണോ, സ്പീഡ് ഉണ്ടോ എന്നൊക്കെ നോക്കി റെഡി ആക്കിയതിന് ശേഷം അവസാനം എന്ത് ചെയ്യും, ഒരു ദിവസം ഇരുന്നിട്ട് കാര്യങ്ങൾ മാത്രം കോഡ് ചെയ്തിട്ട് കൊടുക്കും. അപ്പോൾ എന്താണ് അതിൻ്റെ പെർഫെക്ഷൻ വേറെയാണ്. മറ്റേതെന്തല്ലോ എടുത്തിട്ട് എറിയാൻ എല്ലാവർക്കും പറ്റും, പക്ഷെ എന്താണ് അത് പെർഫെക്ഷൻ ഉണ്ടാവില്ല, നല്ല കോഡാവില്ല. നാളെ പ്രൊഡക്റ്റിന് ഒരുപാട് കംപ്ലൈൻറ്റുകൾ വരും. പിന്നെ എന്താണ് നിങ്ങൾക്കും നിങ്ങളെ കോഡിനും ക്വാളിറ്റി ഇല്ലാത്തൊരു അവസ്ഥ. നിങ്ങളെ ഗ്രോത്തിനും ഇതേമാതിരിയുള്ള കാര്യങ്ങൾ ചോദിക്കും. ഇപ്പോൾ അടുത്ത കമ്പനിയിൽ ഇൻ്റർവ്യൂവിന് പോവുകയാണ്, അപ്പോൾ ഇങ്ങോട്ട് ചോദിക്കും ഈ കാര്യങ്ങൾ ഇത് എന്തുകൊണ്ട് ഇട്ടത്, നിങ്ങൾക്കൊരു ഐഡിയ ഉണ്ടാവില്ല. നിങ്ങളിങ്ങനെ സെർച്ച് ചെയ്ത് എടുത്തിടുന്ന രീതിയിലാവും. അതല്ല, സെർച്ച് ചെയ്യുമ്പോൾ പഠിച്ചുകൊണ്ടിടുക. ഓക്കെ, ഫോർ എക്സാമ്പിൾ ഇതിൽ തന്നെ ആണെങ്കിൽ പലരും ഡിബ് ഉപയോഗിക്കുമ്പോൾ ഡിബ് നമ്മൾ ഉദ്ദേശിച്ച രീതിക്ക് ഡിബ് വരില്ല. ഇതിനുള്ളൊരു എപ്പോഴുള്ള പ്രശ്നമാണ്. അപ്പൊ ഫ്ലോട്ടും അബ്സല്യൂട്ടും ഇതൊക്കെ കൊടുത്തു കഴിയുമ്പോൾ സാധനം ചിലപ്പോ കറക്റ്റ് ആയിട്ട്. പക്ഷെ ഇത് എന്തിനാണ് എന്താണ് ഇത് ഫ്ലോട്ട് ഉപയോഗിച്ചപ്പോ ഇത് വന്നത്, അല്ലെ അബ്സല്യൂട്ട് ക്വസ്റ്റൻ കൊടുത്തപ്പോ എങ്ങനെ ഇതായി എന്നുള്ളൊരു ഐഡിയ ഉണ്ടാവും. അത് അബ്സല്യൂട്ട് കൊടുത്താൽ വരും, ഫ്ലോട്ട് എങ്ങനെ കൊടുത്താലും വരും. വ്യത്യാസം മനസ്സിലാക്കി പഠിക്കുക. ഫ്ലോട്ട് കൊടുക്കുമ്പോഴും എന്താ പറയുക, പാഡിങ് കൊടുക്കുമ്പോഴും മാർജിൻ കൊടുക്കുമ്പോഴും ഒക്കെയുള്ള വ്യത്യാസം മനസ്സിലാക്കിയിട്ട് ചെയ്യാം. ഇതൊക്കെ റിസർച്ചാണ് കേട്ടോ. ഈ വർക്കൊന്നും ചെയ്യാതെ ആരും ക്യാപ്സ്യൂളായിട്ട് എന്തെങ്കിലും കൊണ്ടുവന്നതിന് വിചാരിക്കണം. ഞങ്ങൾ ട്യൂട്ടോറിലൂടെ നിങ്ങൾക്കൊരു ഇൻട്രസ്റ്റ് കൊണ്ടുവന്ന് നിങ്ങളൊരു ബേസ് സെറ്റ് ചെയ്യുക മാത്രമാണ്. ബാക്കി നിങ്ങളെ റിസർച്ചില്ല, നിങ്ങൾ സക്സസ് ആവില്ല. നിങ്ങൾക്ക് സക്സസ് ആവണം, ഈ വെബ് ഡിസൈനർ ആവണം എന്ന് ആഗ്രഹിച്ചിട്ടാണ് ഇത് ചെയ്യുന്നതെന്ന് വിചാരിക്കുന്നത്. വേറെ ഒരു സൊല്യൂഷനും നമുക്ക് പറഞ്ഞുതരില്ല, ആർക്കും പറഞ്ഞുതരില്ല. നിങ്ങൾ വിചാരിക്കും, ചില ആൾക്കാരുണ്ട്, ഞാൻ ട്രെയിനിങ് ട്യൂട്ടോറിയൽ ക്ലാസ്സിന് പോയിട്ടുണ്ടായിരുന്നു, എന്നിട്ട് അവിടുന്ന് കുറച്ച് കാര്യങ്ങളെ പഠിപ്പിച്ചിട്ടുള്ളൂ, ബാക്കി നിങ്ങൾ പഠിക്കണം. ഇനി സ്കൂൾ ഫീഡിംഗ് ഒന്നും ഇവിടുന്നും ഇല്ല, ആർക്കും ഇല്ല. അത് വേറെ വീഡിയോയിൽ പറയാം. ഇനി നമുക്ക് ഒരു കാര്യം കൂടി ചെയ്താൽ മതി. ഇപ്പൊ ചെയ്ത ഒരു സ്റ്റൈലുകളൊക്കെ ജസ്റ്റ് അവിടെ കോപ്പി ചെയ്യാം നമുക്ക്. അതൊക്കെ അതവർ ചെയ്തോളും, കോപ്പി ചെയ്യാനല്ലേ. ഇനി മറ്റേ ഡേറ്റിന്റെ കാര്യം കൂടി സെറ്റ് ചെയ്ത് കൊടുത്താൽ സെലക്ഷൻ നമുക്ക് മാത്രം ഡേറ്റ് മാത്രം സെലക്ട് ചെയ്യാം. 3 ഇപ്പൊ 3 സെലക്ട് ഉണ്ട്. ഫസ്റ്റ് ഒരു സെലക്ട് വെച്ച് നോക്കാം. 3 സെലക്ട് ഉള്ളത് എന്താ ചെയ്യുക, ഒരു ഡിബിൽ 4 സാധനം വെക്കും, ഒരു 3 സെലക്ടും ഒരു ക്വസ്റ്റ്യൻ മാർക്കും. അങ്ങനെ തന്നെയല്ലേ ചെയ്യണത്. അപ്പോൾ ഒന്ന് വെച്ചാൽ മതി നമുക്ക്. ആ കൺസെപ്റ്റ് മനസ്സിലായില്ല, ഡിബ് ഡിവൈഡ് ചെയ്യണത്. അപ്പോൾ നമ്മൾ ഒന്ന് വെച്ച് കാണിച്ചു തരാം. അത് കഴിഞ്ഞാൽ ബാക്കി നിങ്ങളിരുന്ന് ഇന്ന് തന്നെ കംപ്ലീറ്റ് ചെയ്യുക. എന്നിട്ട് നാളെ നമുക്ക് ജാവാസ്ക്രിപ്റ്റ് പഠിക്കണം. ഇവിടെ ഓരോ വാല്യൂസ് ഓപ്ഷൻ എന്നുള്ള ഒരു ടാഗ് വെച്ചിട്ട് ഫസ്റ്റ് ഇപ്പോൾ നമുക്ക് ഫസ്റ്റ് എന്താ വേണ്ടത്, ഡേയ്സ് അല്ലേ. 1 മുതൽ 31 വരെ ഉണ്ട്. അപ്പോൾ അത് ഫുള്ള് നമ്മൾ ടൈപ്പ് ചെയ്യേണ്ടി വരും. ഫസ്റ്റ് വാല്യൂ വരുന്ന ഡേ എന്നുള്ള ഒരു ലേബലാണ്. ഓക്കെ, നെക്സ്റ്റ് 1 അങ്ങനെ 2 അങ്ങനെ 31 വരെ നമുക്ക് ടൈപ്പ് ചെയ്യണം. ഇത് നമ്മൾ സ്റ്റാറ്റിക് ആയിട്ട് ചെയ്യുന്നതുകൊണ്ടാണ് നമ്മൾ ടൈപ്പ് ചെയ്യുന്നത്. ഇനിയിപ്പോൾ നമുക്ക് ജാവാസ്ക്രിപ്റ്റ് ഒക്കെ യൂസ് ചെയ്ത് ഡൈനാമിക്കലി നമുക്ക് വാല്യൂസ് ഇവിടെ കൊണ്ടുവരാൻ പറ്റും. അത് മനസ്സിലായിട്ടില്ലല്ലോ, അപ്പോൾ മനസ്സിലാക്കണ്ട. ഇപ്പോൾ ഡേ എന്നുള്ള ഡ്രോപ്പ് ഡൗൺ വന്നിട്ടുണ്ട്. ക്ലിക്ക് ചെയ്താൽ 1 2 3 ഇതുപോലെ നമുക്ക് ഇങ്ങനെ
ഓക്കെ. ആ ബ്ലൂ മാർക്കൊക്കെ മാറ്റി തരണം. ബ്ലൂ മാർക്ക് മാറ്റി തരണോ? ബ്ലൂ മാർക്ക് ഇല്ലല്ലോ ഫേസ്ബുക്കിൽ. ഡെക്കറേഷൻ ഒഴിവാക്കിയാൽ മതിയാ. അതിന് നമുക്ക് ഇവിടെ ജസ്റ്റ് കാണിച്ചാൽ മതി അവർക്ക്. അപ്പോൾ ബോർഡർ കളറാണ് വന്നിട്ടുള്ളത് അവിടെ. ബോർഡർ ഞാൻ കൊടുത്തു നോക്കി. അവിടെ ബോർഡർ തന്നെ ഇല്ല. ജസ്റ്റ് നമുക്ക് ആ ഞണ്ണിന് പകരം ജസ്റ്റ് സോളിഡ് 1px ഉണ്ടോ? അത് ശരിക്കും ഫേസ്ബുക്ക് എടുത്തേ. അതിന് ബോർഡറേ ഇല്ല. അതാ ബോർഡർ കളർ സെറ്റ് ചെയ്താൽ അവർ നമ്മൾ ബ്ലാക്കാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ആ ബോർഡർ കളർ എന്നുള്ള മാറ്റിയിട്ട് ജസ്റ്റ് ലൈറ്റ് ആയിട്ടുള്ള ഒരു ഗ്രേ കളർ കൊടുത്തു കഴിഞ്ഞാൽ ആ ബ്ലാക്ക് അവിടെ നിന്ന് പോകും. കൊടുത്തേ നോട്ടെ. ബോർഡർ കളർ ഇവിടെ നമുക്ക് ജസ്റ്റ് ഒരു ഗ്രേ കൊടുത്ത ഗ്രേ കൊടുത്താൽ മാറിയിട്ടുണ്ട്. അതവർ ചെയ്തോളൂ. ഇനി എന്താ ചെയ്യണേ? ഫേസ്ബുക്ക് എടുത്തേ. അപ്പോൾ അത് അലൈൻ ചെയ്തിട്ട് ഡിബൊക്കെ സെറ്റ് ചെയ്തിട്ട് ചെയ്യുക. താഴെ ബാക്കിയെല്ലാം ഒന്നും കുഴപ്പമില്ല. ബാക്കിയെല്ലാം നിങ്ങൾ പറഞ്ഞ പോലെ പിയും ബട്ടണും കാര്യങ്ങളൊക്കെ ഉള്ളൂ. സ്റ്റൈൽ കൊടുത്തിട്ട് വേഗം കംപ്ലീറ്റ് ചെയ്യുക. കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം ഒരു കാര്യം കൂടി ചെയ്യണം. ഇനി യൂട്യൂബിൻ്റെ ഹോം പേജ് എടുത്തേ. യൂട്യൂബിൻ്റെ ഹോം പേജ് എടുത്തിട്ട് ഇതും അതേപോലെ ചെയ്ത് നോക്കുക. ശരിക്കും ഇത്രയും ദിവസം വർക്കില്ലാതെ വന്നപ്പോൾ ഇന്ന് നല്ല ഹെവി വർക്കാണ് കേട്ടോ. ചെയ്ത് ഇത്രയും ദിവസം വളരെ കൂളായിട്ട് പോവുമായിരുന്നു ചെയ്തിട്ട്, വളരെ സിമ്പിൾ. ഈ ഒരു സംഭവം ഉണ്ടല്ലോ, ഈ ഒരു പേജ് ഫുള്ള് ചെയ്യുക. ലെഫ്റ്റിലെ പാനല്, ടോപ്പിലെ ബാറ്, അതിൻ്റെ ഉള്ളിൽ കുറേ ടൈൽസുകൾ, ഈ ടൈലുകൾ ഇമേജ് കൊണ്ടുവന്നൊക്കെ ഇട്ടിട്ട് സെറ്റ് ചെയ്യണത്. എന്നിട്ട് ഇതൊന്ന് കംപ്ലീറ്റ് ചെയ്യുക. അതിന് പുറമെ നാളെ ജാവാസ്ക്രിപ്റ്റ് സ്റ്റാർട്ട് ചെയ്യുകയാണ്. ജാവാസ്ക്രിപ്റ്റ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഇതുവരെ കോഡിങ് പഠിക്കാത്ത ആൾക്കാർ 100K കോഡിങ് ചലഞ്ചിൻ്റെ ബേസിക് പ്രോഗ്രാമിംഗ് നോക്കിയേ പറ്റൂ. 5ാമത്തെ 6ാമത്തെ വീഡിയോ വരെ ഫംഗ്ഷൻ വരെയുള്ള കൺസെപ്റ്റുകൾ അറിയാതെ നാളത്തെ മുതൽ ഇരുന്ന് കഴിഞ്ഞാൽ ഒന്നും മനസ്സിലാവില്ല. വെറുതെ പിന്നെ ഡൗട്ട് വെച്ചുകൊണ്ടിരിക്കരുത്. നമുക്ക് വേണ്ടത് ആ ഒരു 6 വരെയുള്ള വീഡിയോ 100K കോഡിങ് ചലഞ്ചിന് നമ്മുടെ യൂട്യൂബിൽ തന്നെ, ഇനി എവിടെയാണുള്ളത് വീഡിയോ എവിടെയുള്ളത് അന്വേഷിച്ചടക്കേണ്ട, നമ്മളെ വീഡിയോയിൽ ഒന്ന് താഴോട്ട് സ്ക്രോൾ ചെയ്യുക. അതിൽ കുറേ വീഡിയോസ് ഉണ്ട്. ആ വീഡിയോസിൽ ബേസിക് കോഡിങ്ങിൻ്റെ ലൂപ്പ് അറിയാന്നൊക്കെ പറഞ്ഞിട്ട് ബേസിക് വേരിയബിൾ എന്ന് പറഞ്ഞ കൺസെപ്റ്റ് പറയുന്നതിൽ പാർട്ട് 1 മുതൽ 6 വരെ കണ്ടു കഴിഞ്ഞാൽ കോഡിങ്ങിൻ്റെ ബേസിക് അണ്ടർസ്റ്റാൻഡിങ് ആവും. ഏത് മനുഷ്യനും ഇന്നേ വരെ പ്രോഗ്രാമിംഗ് പഠിക്കാത്തവനും ലോജിക്ക് ഇല്ല എന്ന് പറഞ്ഞവനും എന്താ പറയുക എന്തൊക്കെയോ പറഞ്ഞു കൊടുക്കൂ. ഞങ്ങൾ +2 ബയോളജി ആയിരുന്നു, അല്ലെങ്കിൽ അതായിരുന്നു ഇതായിരുന്നു. കോമൺ സെൻസ് ഉണ്ടോ? നിങ്ങൾക്ക് ഒരു ഇംഗ്ലീഷ് വായിക്കാൻ എഴുതാൻ അറിയോ? മാത്തമാറ്റിക്സിൻ്റെ മാത്തമാറ്റിക്സിൻ്റെ അഡീഷൻ, സബ്ട്രാക്ഷൻ, മൾട്ടിപ്ലിക്കേഷൻ, ഡിവിഷൻ, അതായത് കൂട്ടാനും കുറയ്ക്കാനും ഗുണിക്കാനും ഹരിക്കാനും അറിയോ എന്നങ്ങ് ചെയ്യാൻ പറ്റുന്ന സാധനമാണത്. അതൊന്ന് ഒരു 6 വീഡിയോ വരെ കാണുക, ചെയ്യുക അതേപോലെ. എന്നിട്ട് എന്താ ചെയ്യുക? എന്നിട്ട് മാത്രം നാളത്തെ ക്ലാസ്സിൽ ഇരിക്കുക. നാളത്തെ ക്ലാസ് കണ്ടാൽ മതി, അല്ലെങ്കിൽ ഒരു കാര്യമില്ല, വേസ്റ്റ് ആവും. അപ്പോൾ എന്നിട്ട് നാളെ നമുക്ക് എന്ത് ചെയ്യുക? ജാവാസ്ക്രിപ്റ്റ് തുടങ്ങാം.